പൂമ്പാറ്റയുടെ പിറകെ ഓടണ്ട. പൂമ്പാറ്റയെ അട്രാക്ട് ചെയ്യുന്ന ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയാൽ മതി, പൂമ്പാറ്റ തനിയെ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ജനുവരി മാസം കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികളെ കിട്ടുന്നതിനെ കുറിച്ചുള്ള ടെൻഷനിലായിരിക്കും മിക്കവാറും സ്കൂളുകൾ, പ്രത്യേകിച്ച് ചെറിയ വളർന്നു വരുന്ന ഇവോൾവിങ് സ്കൂളുകൾ. കുട്ടികളെ കിട്ടുന്ന ഒരു തിരക്കിലായിരിക്കും, ഒരു ഒരു ബേജാറിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ഒരുപാട് വറീഡായിട്ട്, നമ്മൾ ഒരുപാട് നെർവസ് ആയിട്ട് കാര്യമില്ല. ഈ ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ മുതൽ ആളുകളുടെ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ 10 കിലോമീറ്റർ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട്, അവരുടെ വിസിബിലിറ്റിയിലേക്ക് നമ്മൾ സ്കൂളിനെ എത്ര മനോഹരമായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടത്. നമുക്ക് സാമൂഹിക സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റില്ല, ജനനിരക്ക് കൂട്ടാൻ പറ്റില്ല, അപ്പുറത്തൊരു സ്കൂൾ വരുന്നത് നമുക്ക് തടുക്കാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ പ്രദേശത്തുള്ള സ്കൂളിലെ, നമ്മുടെ പ്രദേശത്തുള്ള രക്ഷിതാക്കളുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നമ്മൾക്ക് മാറണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കോമ്പണൻസ് നമുക്ക് അവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 4 സ്റ്റേക്ക് ഹോൾഡേഴ്സ്, 4 അതിന്റെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്. 1 കുട്ടികളാണ്, 2 അധ്യാപകരാണ്, 3 മാനേജ്മെന്റ് ആണ്, 4 രക്ഷിതാക്കൾ. ഈ 4 വിഭാഗത്തിന്റെയും എംപവർമെന്റ് ആണ് ശരി സ്കൂളിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഈ 4 വിഭാഗവും ശാക്തീകരിക്കപ്പെടുന്ന, ഈ 4 വിഭാഗം എംപവേർഡ് ആവും. അത് എംപവേർഡ് ആവാനുള്ള കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്ത ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം 500-ലധികം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ടാവും, KG കോർഡിനേറ്റേഴ്സിൻ്റെ അകത്തുണ്ടാവും, സ്ഥാപന മേധാവികൾ, പ്രിൻസിപ്പൽ, മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ, മാനേജ്മെന്റ് കമ്മിറ്റി, അതേപോലെ യങ് ബഡ്സ് ആയിട്ടുള്ള ഏറ്റവും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വർഷമൊക്കെ പ്രീ പ്രൈമറി കഴിഞ്ഞ ഭയങ്കര വൈബിളുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. കാരണം അവർക്കായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ ന്യൂ ജനറേഷൻ കുട്ടികളെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം അവരുടെ ഭാഷയൊക്കെ വ്യത്യാസമുണ്ട് പുതിയ കുട്ടികളുടെ. നമ്മുടെ പഴയ വിറ്റൊന്നും അവർക്ക് യേശൂല. അങ്ങനത്തെ ഒരുപാട് യങ് ബഡ്സ് ആയിട്ട് ഒരുപാട് ടീച്ചേഴ്സിൻ്റെ അകത്തുണ്ട്. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ ഒരു വെബിനാറിലേക്ക് വെൽക്കം ചെയ്യാണ്. സ്ഥാപനത്തിന്, നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും പ്രൈം കൺസേൺ ആണ് കുട്ടികൾ. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളത്, സ്കൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ കുട്ടികളടങ്ങുന്ന ക്ലാസ് മുറി, അതിന്റെ പഠനാനുഭവങ്ങൾ, അതിലെ ടീച്ചർ, കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ നിന്ന് സ്കൂളിൽ ലഭിക്കുന്ന അനുഭവങ്ങളെ എങ്ങനെ നമുക്ക് മികച്ചതാക്കി കൊടുത്ത് ഈ ഒരു 5 മാസക്കാലം, സ്കൂൾ ഇങ്ങനെ കത്തണം, നിന്ന് കത്തുന്ന അനുഭവമായിട്ട് മാറും. നിന്ന് കത്തുക എന്ന് പറഞ്ഞാൽ തീ പിടിക്കാല്ലോ കേട്ടോ. രക്ഷിതാക്കളുടെ മനസ്സിൽ, നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിൽ സ്കൂൾ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലാസ് മുറി തന്നെയാണ്. ക്ലാസ് മുറിയിൽ കുട്ടികൾ കേൾക്കുന്ന അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ എങ്ങനെ മികച്ചതാക്കാൻ പറ്റുമെന്നുള്ള നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ഇതിൽ നമ്മളോട് കൂടി ജോയിൻ ചെയ്യുന്നത്, ഈ ഒരു വിഷയം ഡീൽ ചെയ്യുന്നത് AP അഷ്റഫ് സാറാണ്. വളരെ സന്തോഷത്തോടെ AP അഷ്റഫ് സാർ ഈ പോയിന്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കാം. സാർ പ്ലീസ്. താങ്ക് യു ഡോക്ടർ CP അഷ്റഫ് സർ. ഞാൻ ഓഡിബിൾ ആണെന്ന് കരുതുന്നു. ഓക്കെ ഓഡിയബിൾ ആണ്. ഓക്കെ, പ്രിയപ്പെട്ട ഈ സ്കൂൾ ലീഡേഴ്സ്, മാനേജ്മെന്റ് പ്രതിനിധികൾ, ടീച്ചേഴ്സ്, നമ്മൾ ഈ വെബിനാറിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CP അഷ്റഫ് സാർ വളരെ കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തി. ഞാൻ സമയം കളയാതെ നമ്മൾ അതിൻ്റെ ഒരു അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. കാരണം NEP പെർസ്പെക്റ്റീവിൽ ആണ് ഇന്ന് ECC എല്ലാ സ്കൂളുകളിലും നടക്കുന്നത്. NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ 1968 ആണ് ഒന്നാമത്തെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വരുന്നത്. അതിനുശേഷം 1986 അതിൻ്റെ രണ്ടാമത്തെ വേർഷൻ, 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രണ്ടാമത് വരുന്നത്. പിന്നെ 92 അത് അമെൻമെൻറ്റ് ചെയ്യുകയും ഇപ്പോൾ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 എന്ന നാമധേയത്തിൽ പുതിയ പോളിസി നിലവിൽ വന്നിരിക്കുന്നത്. ഈ പോളിസി നിലവിൽ വരുന്നത് വരെ നമ്മുടെ സ്കൂളുകളിൽ കിൻഡർ ഗാർഡൻ സിസ്റ്റം, അതല്ലെങ്കിൽ മോണ്ടിസോറി, വ്യത്യസ്ത തരത്തിലുള്ള പ്രീ സ്കൂൾ സിസ്റ്റങ്ങളാണ് നിലവിൽ നിന്നിരുന്നത്. ഇപ്പോഴും അത്തരത്തിൽ തന്നെയാണ് തുറന്നുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മോണ്ടിസോറി ഉണ്ട്, അതുപോലെ കിൻഡർ ഗാർഡൻ ഉണ്ട്, മറ്റു പ്രീ സ്കൂൾ സിസ്റ്റങ്ങളുണ്ട്. അവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ 8 ചാപ്റ്ററുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അതായത് 8 ചാപ്റ്റർ എന്ന് പറയുന്നത് ടോട്ടൽ 8 ചാപ്റ്റർ അല്ല, ആകെ 4 പാർട്ടുകളാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് ഉള്ളത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ 4 പാർട്ടിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷനാണ്. ബാക്കിയുള്ളത് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ആ സ്കൂൾ എഡ്യൂക്കേഷനിൽ 8 ചാപ്റ്ററുകളാണുള്ളത്. 8 ചാപ്റ്ററുകളിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് ECCE എന്നാണ്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു പ്രീ സ്കൂൾ സിസ്റ്റം, അതായത് അതിൽ പ്രീ സ്കൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീ KG മുതൽ ഉള്ള സിസ്റ്റം
ഒരു ഔപചാരികമായ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി വരികയും ആ ഔപചാരിക വിദ്യാഭ്യാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിൽ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്നതിന് നാമകരണം ചെയ്യുകയും ചെയ്തു. കാരണം പുതിയ പോളിസിയിൽ പറയുന്നത് സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. 3+5+3+3+4 എന്ന് പറയുന്ന പാറ്റേൺ. 5 എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. ഈ ഫൗണ്ടേഷണൽ സ്റ്റേജിനെയാണ് നമ്മൾ ECCE എന്ന് വിളിക്കുന്നത്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ പാരൻസ്, മറ്റു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു ഔപചാരികമായ ചട്ടക്കൂട് 2020 മുതൽ നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ECCE എന്ന് നാമകരണം ചെയ്തത്. രണ്ടാമത്തെ ചാപ്റ്ററും NEPയിൽ ECCയുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ പേര് FLN എന്നാണ്. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി എന്നാണ് FLNുമായി ബന്ധപ്പെട്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നാലാമത്തെ ചാപ്റ്ററാണ് NEPയിൽ എനിക്ക് പറയാനുള്ളത്, കരിക്കുലം ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പൊ ഈ 3 ചാപ്റ്ററുകളിലും, മറ്റുള്ള ചാപ്റ്ററുകൾ പ്രാധാന്യമുള്ളതല്ല എന്നല്ല പറഞ്ഞത്, ഒരു ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്ററെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഏർലി ചൈൽഡ്ഹുഡ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഏർലി ചൈൽഡ്ഹുഡ് സ്കൂൾ നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 ചാപ്റ്ററുകളെ കുറിച്ചും വളരെ കൃത്യമായ ധാരണയുണ്ടാവണം. NEPയെ കുറിച്ച് പൊതുവായ ധാരണയുണ്ടാവണം. ഈ എന്തുകൊണ്ടാണ് ECCക്ക് ഇത്ര പ്രാധാന്യം NEPയിൽ നൽകിയത്? അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ പറയുന്നതാണ് അതിനുത്തരം. കാരണം അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് 85% ഓഫ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ഇൻ ദ ഏജ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്. അതായത് 6 വയസ്സ് വരെ. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന കാലഘട്ടം തുടങ്ങുന്നത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ എന്നും 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ആ കാലഘട്ടത്തിലാണ് ഒരു കുട്ടിയുടെ 85% ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നാണ് NEPയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആണ് മറ്റുള്ള വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ പറയുന്നത്. പക്ഷേ ഫിൻലാൻഡിന് വിപരീതമാണ്, 7 വയസ്സിലാണ് ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ്, ഔപചാരികമായി 3 വയസ്സിൽ വിദ്യാഭ്യാസം ആരംഭിക്കണമെങ്കിൽ ഇപ്പം നമുക്ക് ആലോചിച്ചാൽ അറിയാം എത്ര പേർക്ക് അല്ലെങ്കിൽ എത്ര സ്കൂളുകളിൽ pre-KG നടക്കുന്നുണ്ട്. പല സ്കൂളുകളിലും pre-KG നടക്കുന്നില്ല. കാരണം രക്ഷിതാക്കൾക്ക് അതിൻ്റെ അവബോധം കിട്ടിയിട്ടില്ല. 3 വയസ്സ് മുതലാണ് ക്ലാസ് ആരംഭിക്കേണ്ടത്. NCERT പറയുന്നത് അതിനെ ബാലവാടിക 1, ബാലവാടിക 2, ബാലവാടിക 3 എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വിളിക്കുന്നത് pre-KG, LKG, UKG, അല്ലെങ്കിൽ pre-KG, ജൂനിയർ KG, അല്ലെങ്കിൽ സീനിയർ KG, അങ്ങനെയൊക്കെ വിളിക്കുന്നു 3 വർഷത്തെ. അപ്പം 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള ആദ്യ പീരീഡ്, അത് കഴിഞ്ഞ് അതിനെ ബാലവാടിക 1 എന്നാണ് NCERT നാമകരണം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അതിനെ വിളിക്കുന്ന പേര് ബാലവാടിക 2, ഇപ്പോഴത്തെ LKG. ബാലവാടിക 3 എന്ന് പറയുന്നത് UKG. അത് കഴിഞ്ഞാൽ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഈ കാലഘട്ടത്തെയാണ് നമ്മൾ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ അടിത്തറ, വിദ്യാഭ്യാസപരമായി അടിത്തറ പാകുന്ന കാലഘട്ടമാണ് ഇത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെ അതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ECCE എന്ന് പറയുന്ന ആ സിസ്റ്റം, ECCE എന്ന് പറയുന്ന സിസ്റ്റം അത് ഫ്ലെക്സിബിലിറ്റിയാണ്, മൾട്ടി ഫേസറ്റഡ് ആണ്, അതുപോലെ തന്നെ മൾട്ടി ലെവലാണ്, പ്ലേ ബേസ്ഡ് ആണ്, ആക്ടിവിറ്റി ബേസ്ഡ് ആണ്, ചൈൽഡ് സെന്റേഡ് ആണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ക്ലാസ് റൂമുകളും നടക്കുന്നതും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് മൾട്ടി ഫേസറ്റഡ് അല്ലെങ്കിൽ പ്ലേ ബേസ്ഡ്? അവിടെ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു ആശങ്കയുണ്ട്, ഒരു ചോദ്യമുണ്ട്. എന്താണ്, പണ്ട് 6ാം ക്ലാസ്സിലാണ് സ്കൂളിൽ ചേർക്കാൻ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ 5 വയസ്സിലാണ് സ്കൂളിൽ ചേർത്തിരുന്നത്. ഇപ്പോൾ സ്കൂളിൽ ചേർക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ pre-KGയിൽ ബാലവാടിക 1ൽ ചേർക്കാൻ പറയുന്നത് 3 വയസ്സിലാണ്. അങ്ങനെ 3 വയസ്സിൽ കുട്ടിയെ ചേർക്കുമ്പോൾ കുട്ടിയുടെ കളിക്കാനുള്ള സമയം നഷ്ടപ്പെടുന്നു. കുട്ടി സ്വന്തമായി പഠിച്ചെടുക്കേണ്ട പല കാര്യങ്ങളും പഠിക്കാതെ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു പരിഭവം പല രക്ഷിതാക്കളും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, അവിടെ പറഞ്ഞ കൃത്യമായ നിർദ്ദേശം എന്ന് പറയുന്നത്, pre-KGയിൽ കുട്ടിയെ പ്ലേ ബേസ്ഡ് ലേണിംഗ് ആണ് ചെയ്യിപ്പിക്കേണ്ടത്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ് ചെയ്യിപ്പിക്കേണ്ടത്. കുട്ടിയെ ഇരുത്തി പഠിപ്പിക്കുന്നതിന് പകരം നമ്മളൊക്കെ ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുന്ന ആളുകളാണ്, നമുക്കറിയാം. പ്ലേ ബേസ്ഡ് ലേണിംഗ് എങ്ങനെ പഠിപ്പിക്കാം, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ടീച്ചേഴ്സിന് അവബോധം ഉണ്ടായിരിക്കണം. അതാണ് NEP പറഞ്ഞ മറ്റൊരു കാര്യം. മറ്റൊരു പ്രധാന മാറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞ് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തന്നെ
NCERT പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മളിൽ എത്ര എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, NEPയിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇതിനു വേണ്ടി മാത്രം, ഏതിനു വേണ്ടി മാത്രം, പ്രീ KG മുതൽ, അതായത് 3 വയസ്സ് മുതൽ, അതുപോലെ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് പ്രീ KG, LKG, UKG 1, 2 ഈ കാലഘട്ടത്തിൽ വേണ്ടി മാത്രം ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തന്നെ, അതും ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയിൽ അത്തരത്തിലൊരു ഫ്രെയിംവർക്ക് വരുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഫ്രെയിംവർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊരു യൂണിഫോമിറ്റി അതിനുണ്ടായിരുന്നില്ല. NCERT ഇറക്കിയ, അതുപോലെ തന്നെ 2013 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതിനുശേഷം SCERT ഇറക്കിയ ഒരു ചട്ടക്കൂട്, പ്രീ സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് ഉണ്ടെങ്കിലും NEPയുടെ ഭാഗമായി വന്ന് ഒരു 360-ലധികം പേജുള്ള ഒരു പുസ്തകമായി ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ഫൗണ്ടേഷണൽ സ്റ്റേജ് വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത്, ഒരു കുട്ടി 2ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് ആ കുട്ടിയുടെ എല്ലാ തലത്തിലുമുള്ള വികാസം സംഭവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ NEPയിൽ പറഞ്ഞ എല്ലാ പാരഗ്രാഫുകളും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ കുട്ടിയുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. എന്താണ് ഈ ഹോളിസ്റ്റിക്, ഏതൊക്കെ ഡൊമൈനുകളാണ് അതിലുള്ളത് എന്നുള്ളത്, എല്ലാ ആ ഡൊമൈനുകളെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. എന്താണ് ഡൊമൈൻ? ആ ഡൊമൈൻ 1 ഫിസിക്കൽ ഡൊമൈനാണ്, 2 സോഷ്യോ ഇമോഷണൽ എത്തിക്കൽ ഡൊമൈനാണ്, 3 കൊഗ്നിറ്റീവ് ഡൊമൈനാണ്, 4 ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി ഡൊമൈനാണ്, ലാസ്റ്റ് 1 കൾച്ചറൽ ആൻഡ് എസ്തെറ്റിക് ഡൊമൈനാണ്. ഈ 5 ഡൊമൈനിലുമാണ് കുട്ടിയുടെ വിദ്യാഭ്യാസം ഉണ്ടാവേണ്ടത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ചത് പഴയ കാലഘട്ടത്തിൽ ട്രഡീഷണലായ ടീച്ചിങ് മെത്തഡോളജിയിൽ ഒരു കുട്ടി എഴുതാനും വായിക്കാനും പഠിക്കുക, അതാണല്ലോ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ അതിനപ്പുറം, എഴുതാനും വായിക്കാനും പഠിക്കുക എന്നതിനപ്പുറം, ആ കുട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള വികാസം സംഭവിക്കാനുള്ള ക്ലാസ് റൂമുകൾ സ്കൂളിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ ഉണ്ടാവണം, KG ക്ലാസ് റൂമുകളിൽ ഉണ്ടാവണം. ആ കുട്ടി, അതെന്താണ് ഫിസിക്കൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ? അവിടെ കുട്ടിയുടെ വലിയ പേശികളുടെ വികാസവും ചെറിയ പേശികളുടെ വികാസവും സംഭവിക്കണം. ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് ആൻഡ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്, അതിന് വേണ്ട സൗകര്യങ്ങൾ ക്ലാസ് റൂമുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടിയുടെ സാമൂഹ്യ, വൈകാരിക, ധാർമ്മികപരമായ ഡെവലപ്മെന്റ് സംഭവിക്കണം, പുരോഗതി സംഭവിക്കണം. അതിനുവേണ്ട ഒരുക്കങ്ങൾ ക്ലാസ് റൂമിനകത്തുണ്ടായിരിക്കണം. ഭാഷാപരമായ പുരോഗതി സംഭവിക്കണം. അതുപോലെ തന്നെ ബുദ്ധിപരമായ, കൊഗ്നിറ്റീവ് തരത്തിലുള്ള പുരോഗതി സംഭവിക്കണം. കൾച്ചറൽ, ആസ്വാദന ശേഷിയും സാംസ്കാരിക ശേഷിയും കുട്ടികളിൽ വർദ്ധിപ്പിക്കണം. അത്തരത്തിൽ ഒരു കുട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള വികാസം കുട്ടിക്കുണ്ടാവണം. ഇതിന് NCFFS എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം 13 ഗോളുകളാണ് NCERT കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. 13 ഗോളുകൾ എന്ന് പറഞ്ഞാൽ 13 CG, കരിക്കുലർ ഗോൾ എന്നാണ് അതിനെ വിളിക്കുക. ആ 13 ഗോളുകൾ 2ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് ഒരു കുട്ടി പൂർണ്ണമായി അച്ചീവ് ചെയ്താൽ, നേടിയെടുത്താൽ, സ്വാഭാവികമായും ആ കുട്ടിയുടെ ഫൗണ്ടേഷണൽ സ്റ്റേജ് കൃത്യമായി ഉറച്ചുപോയി എന്നുള്ളതാണ്. ആ 13 ഗോളുകൾ ഫിസിക്കൽ ഡൊമൈനിൽ 3 ഗോളുകളുണ്ട്. അതുപോലെ തന്നെ സോഷ്യോ ഇമോഷണൽ എത്തിക്കൽ ഡൊമൈനിൽ 3 ഗോളുകളുണ്ട്. അങ്ങനെ ഓരോ ഡൊമൈനുകളിലും കുട്ടി അച്ചീവ് ചെയ്യേണ്ട ആ ഗോളുകൾ ഓരോ സമയത്തും നേടിയെടുക്കുക. ആ ഗോളുകൾ നേടിയെടുക്കണമെങ്കിൽ കുട്ടി ഓരോ ക്ലാസ്സിലും കോമ്പിറ്റൻസി നേടിയെടുക്കേണ്ടതുണ്ട്. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 68 കോമ്പിറ്റൻസീസ് ഈ കാലയളവിൽ, പ്രീ KG മുതൽ 2ാം ക്ലാസ് വരെ. നമ്മളിപ്പോൾ ആ പ്രീ KG മുതൽ 2ാം ക്ലാസ് വരെയുള്ളതിനെയാണ് ECC എന്ന് വിളിക്കുന്നത്. ഇപ്പോഴും പല സ്കൂളുകളിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, KG എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ KG ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫൗണ്ടേഷണൽ സ്റ്റേജിൽ നേടിയെടുക്കേണ്ട ഗോളുകളാണ് ഇതൊക്കെ. ആ 13 ഗോളുകളും 68 കോമ്പറ്റൻസിയും അതുപോലെ തന്നെ 200-ലധികം ലേണിംഗ് ഔട്ട്കംസും. അപ്പം നമ്മൾ NCF നോക്കിയാൽ കാണാം 5 കോളങ്ങളായിട്ടാണ് NCFൽ കൊടുത്തിട്ടുണ്ടാവുക. അത് പ്രീ KGയിൽ കുട്ടി നേടിയെടുക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്, UKGയിൽ നേടിയെടുക്കേണ്ട ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്, അത് കഴിഞ്ഞാൽ നേടിയെടുക്കേണ്ട ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്. ഓരോ ക്ലാസ്സിലും നേടിയെടുക്കേണ്ട ലേണിംഗ് ഔട്ട്കംസ് നേടിയാൽ ആ കുട്ടി അച്ചീവ് ചെയ്യേണ്ട കോമ്പിറ്റൻസി നേടും. ഈ കോമ്പിറ്റൻസി നേടിയാൽ കുട്ടി കരിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യും. അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലക്ക്, ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലക്ക്, ഒരു ലീഡർ എന്നുള്ള നിലക്ക്, ഒരു മാനേജർ എന്നുള്ള നിലക്ക് നമുക്ക് കൃത്യമായി അറിയേണ്ടതുണ്ട് ഏതൊക്കെയാണ് ഗോളുകൾ. ഫിസിക്കൽ ഡൊമൈനിൽ വരുന്ന ഗോളുകൾ ഏതൊക്കെയാണ്, സോഷ്യോ ഇമോഷണൽ എത്തിക്കൽ ഡൊമൈനിൽ വരുന്ന ഗോളുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കൊഗ്നിറ്റീവ്
കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നത്, അതുപോലെ കൾച്ചറൽ എസ്തെറ്റിക് ഡൊമൈനിൽ വരുന്നത്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി ഡൊമൈനിൽ വരുന്നത്. അവിടെ നമ്മൾ രണ്ട് ഭാഷയാണ് കൃത്യമായി ഗോൾ പറഞ്ഞിട്ടുള്ളത്. ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2. ഒന്ന് മാതൃഭാഷയും മറ്റൊന്ന് പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷയുമാണ് ഉണ്ടാവുക. ഈ രണ്ട് ഭാഷയിലുമുള്ള ഗോളുകളാണ് കുട്ടികൾ അച്ചീവ്. അങ്ങനെ 13 ഗോൾ നേടി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയാൽ മാത്രമേ 2ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് ആ കുട്ടിയുടെ സാക്ഷരതയും അതുപോലെ സംഖ്യാശേഷിയും പൂർത്തിയാവുന്നുള്ളൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ NEP പറയുന്നത് FLN. അത് ഇതിനോട് കണക്ട് ചെയ്തതാണ്. ഇത് 3ാം ക്ലാസ്സോട് കൂടി പൂർത്തിയാവേണ്ടതാണ്. എന്താണ് FLN എന്ന് പറഞ്ഞാൽ? ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. ഫൗണ്ടേഷണൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അടിസ്ഥാനപരമായി കിട്ടേണ്ട സാക്ഷരത, അതാണ് ഫൗണ്ടേഷണൽ ലിറ്ററസി. ആ ലിറ്ററസിക്ക് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് നിപുൺ ഭാരത് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ NCERT ഇറക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് എന്താണ്? അങ്ങനെ ഒരു മിഷൻ ഉണ്ടാവാനുള്ള കാരണം, നാഷണൽ അച്ചീവ്മെന്റ് സർവേ എന്ന് പറയുന്ന ഒരു സർവേ ഗവൺമെന്റ് നടത്തുകയും ആ സർവേയിൽ, ഇപ്പോഴല്ല മുൻപ് നടത്തിയ സർവേയിൽ 5 കോടിയിലധികം കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാതെ പോവുകയും ചെയ്തപ്പോൾ ആ കുട്ടികളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാൻ വേണ്ടി ഒരു മിഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് 3ാം ക്ലാസ് പൂർത്തിയാവുമ്പോഴേക്ക്. ആ മിഷനെ വിളിക്കുന്ന പേരാണ് നിപുൺ ഭാരത് എന്ന് പറയുന്ന ആ മിഷൻ. അപ്പൊ നിപുൺ ഭാരത് എന്ന് പറയുന്നതിൽ അതിൽ തന്നെ ആദ്യത്തെ അതിന്റെ എക്സ്പാൻഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ രൂപത്തിൽ ഒരു ഭാഷാ പഠനം എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും പഠിക്കലാണ്. പക്ഷേ അതല്ല, അതിനപ്പുറം അത് മനസ്സിലാക്കി എഴുതാനും വായിക്കാനും പഠിക്കണം. അങ്ങനെ എഴുതാനും വായിക്കാനും പഠിക്കണമെങ്കിൽ മാതൃഭാഷയുടെ സമീപനം എന്താണെന്ന് ടീച്ചേഴ്സ് അറിയണം. അവിടെ നേടിയെടുക്കേണ്ട ലേണിംഗ് ഔട്ട്കംസ് എന്താണെന്ന് ടീച്ചേഴ്സും ലീഡേഴ്സും അറിയണം. അവിടെ നേടിയെടുക്കേണ്ട കോമ്പിറ്റൻസീസ് എന്താണെന്ന് ടീച്ചേഴ്സും ലീഡേഴ്സും അറിയണം. ഈവൻ മാനേജ്മെന്റ് പോലും അത് അറിഞ്ഞാൽ മാത്രമേ ഒരു പരിശോധന നടത്തിയാൽ ഇത് 2ാം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് ഇത് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ പാരൻസിനും ഉണ്ടാവണം. കുട്ടികളിൽ ഉണ്ടാവേണ്ട ലേണിംഗ് ഔട്ട്കം ഇതാണ്. ഇങ്ങനെ 2ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടി നേടേണ്ടതിന്റെ ബേസിക് എവിടെ തുടങ്ങണം? ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരൊറ്റ ഗോള് മാത്രം പറയാം. ഒരു ഗോള് 99 വരെ കുട്ടി അസെൻഡിങ്ങിലും ഡിസെൻഡിങ് ഓർഡറിലും, അതായത് താഴേക്കും മേലേക്കും അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ, അത് വലുത് ചെറുത് എന്നൊക്കെ അറിയുന്ന ഒരു കോൺസെപ്റ്റ് കുട്ടി അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന ഒരു കോമ്പിറ്റൻസിയാണ്. കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ഡൊമൈനിൽ വരുന്ന ഒരു കോമ്പിറ്റൻസിയാണ്. ഈ കോമ്പിറ്റൻസി അച്ചീവ് ചെയ്യാൻ കുട്ടിക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? pre-KGയിൽ 5 നമ്പർ അല്ലെങ്കിൽ 5 അക്കം വരെ കുട്ടി പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ LKGയിൽ 20 വരെ പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ pre-KGയിൽ 10 വരെ പഠിക്കേണ്ടതുണ്ട്. 10 എന്തായാലും LKGയിലേക്കാണ് വരിക, കാരണം 10 എന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റാണ്. അങ്ങനെ UKGയിൽ പഠിക്കേണ്ടതുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ടതുണ്ട്, അപ്പം 2ാം ക്ലാസ്സിൽ ആ കുട്ടി എത്തുമ്പോഴേക്ക് നമ്പർ കോൺസെപ്റ്റ്, ന്യൂമറിക്കൽ കോൺസെപ്റ്റ് കൃത്യമായി ഈ കുട്ടിക്ക് നേടണം. അവിടെയാണ് FLN എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്ററിന് വളരെയധികം പ്രാധാന്യമുള്ളത്. അപ്പം നമ്മൾ ഈ കേൾക്കുന്ന പ്രിയപ്പെട്ട ഏകദേശം 140ഓളം ആളുകൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറഞ്ഞ, അതുപോലെ തന്നെ NCFS പറഞ്ഞ ഒരു അച്ചീവ്മെന്റിലേക്ക്, ആ ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മുടെ KG ക്ലാസ് റൂമുകൾ എത്തിയിട്ടുണ്ടോ? 2, അത് എത്തിയത് നമ്മുടെ പാരൻസിനും നമ്മളെ അറിയുന്നവർക്കും വിസിബിൾ ആണോ? ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ചിന്ത നമുക്കുണ്ടാവണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡറാണ് പാരൻസ് എന്ന് പറയുന്നത്. പാരൻസിനും ഇതിന് കൃത്യമായ റോളുണ്ട്. പാരൻസിന് കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഡോക്ടർ CP അഷ്റഫ് സാറ് നിങ്ങളോട് സംസാരിക്കും. സർ പ്ലീസ്, അബൌട്ട് പാരന്റൽ സൈക്കോളജി. ഓക്കെ, താങ്ക് യു അഷ്റഫ് സാർ ഫോർ വണ്ടർഫുൾ. NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിന്റെ ഭാഗമായിട്ട് വന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, അതെങ്ങനെയാണ് നമ്മളെ കിൻഡർ ഗാർഡൻ ക്ലാസ് മുറികളെ അല്ലെങ്കിൽ ECC സെറ്റിങ്ങിനെ നോക്കിക്കാണുന്നത്, എന്താണ് അവിടെ നടക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത്, ആരിലൂടെയാണ് നടക്കേണ്ടത് കൃത്യമായിട്ട് സാറ് പറഞ്ഞു. അതിലെനിക്ക് പറയാനുള്ള സംഗതി എന്താ വെച്ചാൽ, നമ്മൾ ജീവിക്കുന്നത് വളരെ ഓപ്പൺ ആയ സൊസൈറ്റിയിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ മുന്നേ, കൊറോണക്ക് മുന്നേ ക്ലാസ് മുറിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ടീച്ചറും കുട്ടികളും മാത്രം അറിയുന്ന ഒരു കച്ചവടമായിരുന്നു. ഏത് സ്കൂളിന്റെ ഏത് സെഗ്മെന്റിലും, KGയിൽ മാത്രമല്ല കേട്ടോ, ഈ ക്ലാസ് മുറിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ടീച്ചറും കുട്ടികളും മാത്രം അറിയുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷെ കൊറോണ അത് പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. കൊറോണ കാരണം, പാൻഡമിക് കാരണം ഇരുന്ന സ്കൂളുകളുണ്ട്, എണീച്ചോടിയ സ്കൂളുകളുണ്ട്.
ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന സ്കൂളുകൾ കൊറോണ കഴിഞ്ഞപ്പോൾ പൂട്ടി, അല്ലെങ്കിൽ കുട്ടികൾ കുറഞ്ഞു പോയി. ആ, അല്ലെങ്കിൽ ചില സ്കൂളുകൾ അത്ര നല്ലതല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സ്കൂളുകൾ കൊറോണ കാലം കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കരമായ ഒരു എന്താ പറയുക അച്ചീവ്മെന്റിലേക്ക് പോയി. ഒറ്റ കാര്യം എൻ്റെ അകത്ത് വർക്കൗട്ട് ആയത്, പാരന്റ് കമ്മ്യൂണിറ്റി സ്കൂളിനെ അനുഭവിച്ചു എന്നുള്ളതാണ്. പാരന്റ് കമ്മ്യൂണിറ്റി സ്കൂളിനെ അനുഭവിച്ചു. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവമാണ്. ഇപ്പോൾ ഹിമാലയത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ സൈക്കിളൊക്കെ എടുത്ത് പോകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചു പോകും, അല്ലെങ്കിൽ നടന്നു പോകും. ഇതിന്റെ മുകളിൽ പോയിട്ട് ആ തണുപ്പത്തിൽ നിൽക്കെ തിരിച്ചു വരുവാണ്. അപ്പോൾ എന്തിനാ ചോദിച്ചാൽ ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. ജീവിതം മുഴുവൻ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പാരന്റ് എന്തിനാണ് ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കണം. ഒരു പാരന്റ് എന്തിനാണ് ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത്? മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ വീട്ടിൽ കുറേ കുട്ടികളുണ്ടാവും, ആളുകളുണ്ടാവും, പാരന്റ്സിന് ഒരു ഫ്രീ ടൈം വേണം, അപ്പം എങ്ങനെയെങ്കിലും ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് വിടണം. അങ്ങനെ അയക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ അവെയറായ, വളരെ കോൺഷ്യസ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന, അപ്പുറത്തെ സ്കൂളിനെയും ഇപ്പുറത്തെ സ്കൂളിനെയും അതിൻ്റെ കോമ്പണൻസും എല്ലാം അറിയുന്ന ഒരു പാരന്റ് കമ്മ്യൂണിറ്റി. ഒരു ജെൻസികളൊക്കെ കല്യാണം കഴിക്കാൻ തുടങ്ങിയല്ലോ, അല്ലേ? ജെൻസികൾ കല്യാണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ജെൻസികളുടെ മക്കളാണ് ഇപ്പം ഇനി വരാൻ പോകുന്നത്. ഈ ജനറേഷൻ ബീറ്റ ഈ വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇനി വരുന്ന ഈ വർഷങ്ങളിൽ ഈ പാരന്റ് കമ്മ്യൂണിറ്റിയെ കൂടെ പിടിക്കുക എന്നുള്ളത് സ്കൂളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കിൻഡർ ഗാർഡൻ്റെ ഗ്രോത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, പെനിബി പറയുന്നുണ്ട് പാരന്റ് ഈസ് എ ലേണിംഗ് പാർട്ട്ണർ എന്നാണ്. പാരന്റ് കുട്ടിയുടെ പഠനത്തിലെ ഒരു പാർട്ട്ണറാണ്. പാർട്ട്ണർ എന്നുള്ള വാക്കിന് ഭയങ്കര അർത്ഥമുണ്ട്, നമുക്കറിയാം, അല്ലേ? നമുക്ക് ബിസിനസ്സിൽ പാർട്ട്ണർ ഉണ്ട്, ലൈഫിൽ പാർട്ട്ണർ ഉണ്ട്, അങ്ങനെ പലയിടത്തും പാർട്ട്ണർ ഉണ്ട്. പങ്കുവെക്കാൻ കഴിവും കപ്പാസിറ്റിയും സന്നദ്ധതയുള്ള ആളെ നമ്മൾ പാർട്ട്ണർ എന്ന് വിളിക്കുക. കഴിവുണ്ടായിട്ട് മാത്രമല്ല, ഇതിന് സന്നദ്ധത കൂടെ വേണം. ഇത് രണ്ടും ചേരുന്ന ഒരാളെ നമ്മൾ പാർട്ട്ണർ ആക്കണം. അപ്പോൾ നമ്മുടെ പാരന്റ് കമ്മ്യൂണിറ്റിയെ എങ്ങനെയാണ് നമ്മൾ ലേണിങ്ങിന്റെ പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പാരന്റ്സിനെ വർഷത്തിൽ ഒന്നോ രണ്ടോ പാരന്റ്സ് മീറ്റിംഗ് വിളിച്ച് ഒരു ചായയും പപ്സും കൊടുത്തിട്ട് ഇങ്ങനെ വിടുന്ന ഈ കലാപരിപാടിയെല്ലാം നിൽക്കും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം പാരൻസിന് അറിയണം എൻ്റെ കുട്ടി എങ്ങനെ മൂവ് ചെയ്യുന്നത്, എൻ്റെ കുട്ടി ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഏത് പാരന്റിനും നമ്മളിപ്പോൾ ഒന്ന് ChatGPT നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗൂഗിൾ നോക്കുകയാണെങ്കിലോ LKGയിലെ ലേണിംഗ് ഔട്ട്കംസ്, പഠന നേട്ടങ്ങൾ എന്താണെന്ന് കിട്ടും. അതിന് ഭാഷയിൽ ഏതാണ്, ഗണിതത്തിൽ ഏതാണ്, എല്ലാം വിസിബിളാണ്. ഇത് കൃത്യമായിട്ട് അവെയർ ആവുന്ന പാരൻസ് നമ്മൾക്കിടയിൽ കൂടിക്കൊണ്ടിരിക്കുക. ഇത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടാവുന്നൊരു സാധനം. ഇപ്പോൾ പലപ്പോഴും ടെക്സ്റ്റ് ബുക്കുകൾ, പുതിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ കവറിലുണ്ടാവും NEP 2020 ഇൻ്റഗ്രേറ്റഡ്, അല്ലെങ്കിൽ NEP 2020 അലൈൻഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഉള്ളിൽ മറച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വരുന്ന സംഗതിയായിരിക്കും. ഇതിനെക്കുറിച്ച് പാരൻസ് അവെയറാണ്. അപ്പോൾ പലപ്പോഴും പല പാരൻസ് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്, സാർ ഇതിൽ ഒന്നുമില്ലല്ലോ, നമ്മൾ ഈ പറയുന്ന NEPയിൽ പറയുന്ന ഒരു സാധനവും ഒരു സമീപനം ഈ ബുക്കിൻ്റെ അകത്തില്ല. അപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പാരൻസിനെ പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒറ്റ വഴിയാണുള്ളത്. ഒന്ന്, അവരെ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പാരൻസിനെ ട്രസ്റ്റ് ചെയ്യാം. ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, അതൊരു ഇമോഷണലായ കണക്ഷനും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഒരാളിൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഉറപ്പുണ്ടാവണം. പാരൻസിന് നമ്മൾ ഉറപ്പായിരിക്കണം. ഉറപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കൺസിസ്റ്റൻ്റ് ആയ അനുഭവത്തിലൂടെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു കൗൺസിലിംഗ് സെൻ്ററിലെ ഒരു ഭാര്യ പറഞ്ഞു, സാറേ എല്ലാം എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യൂല. ഇതൊരു ഉറപ്പാണ്. ഈ ഉറപ്പ് എങ്ങനെ ഉണ്ടായത്? 17 വർഷത്തെ അനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ അനുഭവങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉറപ്പുണ്ടാക്കി കൊടുക്കുന്നത്. പാരൻസിന് വേണ്ടത് കൺസിസ്റ്റൻ്റ് ആയ, ഉറപ്പുള്ള, സ്ഥിരതയുള്ള അനുഭവങ്ങൾ കൊടുക്കണം. അപ്പോൾ നേരത്തെ അഷ്റഫ് സാറ് പറഞ്ഞ 5 മേഖലകൾ കുട്ടിയുടെ, ഈ 5 മേഖലകളിലേക്കും കുട്ടിക്ക് കിട്ടുന്ന അനുഭവങ്ങളിൽ പാരന്റ് അറിഞ്ഞിരിക്കണം എന്താണ് സ്കൂളിൽ നടക്കണം എന്നുള്ളത്, എന്തിനാന്ന് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പിന്നെ ഈ ശിശുദിനം വരുവാണ്. ശിശുദിനം വരുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ ഡിഫറെൻ്റ് ആയ പ്രോഗ്രാംസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, റാലി, ഇതെല്ലാം നടക്കും. ഇത് കുട്ടിയുടെ വളർച്ചയുടെ ഏത് ഡൊമൈനിലേക്കാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് ഒരു പാരന്റ് അറിഞ്ഞിരിക്കണം. അപ്പോഴേ റോസാപ്പൂ കൊടുത്തു വിടുന്നത് എന്തിനാന്നുള്ളത് 30 മനസ്സിലാവും. അതല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പ് നിന്ന് പൊടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പൂ വാങ്ങിച്ചിട്ട് കൊടുത്തു വിടും. അപ്പോൾ സ്കൂളിൽ നടക്കുന്ന ലേണിംഗ് ആക്ടിവിറ്റീസ്, അതിൻ്റെ പർപ്പസ്, അത് കുട്ടിയിൽ ഉണ്ടാക്കുന്ന നേട്ടം, ഇത് ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫോംഡ് ആയ പാരൻസ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണ്. ഇൻഫോംഡ് ആയ പാരൻസ്, എംപവേർഡ് ആയ പാരൻസ് ഒരു സ്ഥാപനത്തിന് സാധ്യതയാണ്. സാധ്യതയാവുന്നതൊക്കെ ബാധ്യതയാവും കേട്ടോ. അപ്പോൾ ഒരു പക്ഷിക്ക് അല്ലെങ്കിൽ പൂമ്പാറ്റൊക്കെ ചിറകുണ്ട് എന്നുള്ളത് സാധ്യതയാണ്, പറക്കാം. പക്ഷെ പറന്നിരിക്കണം എന്നുള്ളതാണ് ബാധ്യത. അപ്പോൾ ഇൻഫോംഡ് ആയ, എംപവേർഡ് ആയ പാരൻസ് നമ്മളെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് സാധ്യതയാണ്. പക്ഷേ അതിന് വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ബാധ്യതയാണ്. അപ്പോൾ പാരൻസിനെ കൂടെ കൊണ്ടുപോകണം, ക്ലാസ്സിൻ്റെ കൂടെ കൊണ്ടുപോകണം. അതിനെന്ത് വേണം? പാരൻസിന് എംപവർ ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ വേണം.
ഇപ്പോൾ പലപ്പോഴും സ്ഥാപനങ്ങൾ നമുക്കറിയാം നടക്കുക, ഒരു വർഷത്തിൽ ഒരു പരീക്ഷ കഴിയുമ്പോൾ, ഇപ്പോൾ ഒക്ടോബറിൽ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു അസസ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ഒന്ന് വിളിച്ചു, ഒരു പ്രോഗ്രസ് കാർഡൊക്കെ കാണിച്ചു. പാരൻസിന് ഇത് കറക്റ്റ് മനസ്സിലാവില്ല, കുറേ ഇംഗ്ലീഷ് വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. എനിക്ക് മനസ്സിലാവില്ല എന്ന് പരസ്യമായിട്ട് പറയാൻ അവരുടെ ഈഗോ സമ്മതിക്കില്ല. അപ്പോൾ ഒപ്പിടേണ്ടത് എവിടെയും ചോദിച്ചിട്ട് ഇങ്ങനെ ഒപ്പിട്ട് അവരങ്ങ് തിരിച്ചു പോകും. ഇനി വരവ് അടുത്ത ജനുവരിയിലോ ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇത് പോരാ. ഒരു മാസത്തിലൊരിക്കലെങ്കിലും പാരൻസിനെ ഓൺലൈനോ ഓഫ്ലൈനോ നമ്മൾ മീറ്റ് ചെയ്യണം. എന്നിട്ട് കുട്ടികളുടെ വളർച്ചയെക്കുറിച്ച് അവരോട് ഡിസ്കസ് ചെയ്യണം. ഒരു 2 മാസത്തിലൊരിക്കലെങ്കിലും ഒരു പാരന്റിന് ഇൻഡിവിജ്വൽ സിറ്റിംഗ് കുട്ടിയുടെ ഗ്രോത്തിന്റെ ചാർട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റണം. കാരണം കുട്ടി വളരുകയാണല്ലോ. ഒരു പാരന്റ് സ്കൂളിലേക്ക് കുട്ടീനെ അയക്കുന്നത് പഠിക്കാനല്ല, വളരാനാണ്. വളരാനാണ് വരുന്നത്. കുട്ടി വരുന്നത് വളരാനാണ്. അപ്പൊ ഈ വളർച്ചയുടെ ഘട്ടങ്ങൾ രക്ഷിതാവുമായിട്ട്, പാരന്റുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. പലപ്പോഴും സംഭവിക്കുക എന്താ വെച്ചാൽ, നമ്മൾ പല സ്കൂളിൽ കാണാറുണ്ട്, കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ടീച്ചർ ഡയറിയിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ വിടും, നിങ്ങളെ മോന് ഹാദി ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങളൊന്ന് നോക്കണം വീട്ടിൽ. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പാരന്റ് തിരിച്ചിങ്ങോട്ട് വിടും, നിങ്ങളും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് ഈ ശ്രദ്ധിക്കേണ്ടത് മാത്രം രണ്ടു കൂട്ടർക്കും അറിയില്ല. അപ്പോൾ ഈ 5-6 നേരത്തെ പറഞ്ഞ ഡൊമൈനുകളുണ്ട്, വളർച്ചയുടെ മേഖലകളുണ്ട്. ആ 6 മേഖലകളിലും കുട്ടിയുടെ LKG-ലെന്ത്, UKG-ലെന്ത്, അടുത്ത ക്ലാസ്സിലെന്ത്, ഇത് കൃത്യമായിട്ട് പാരൻസും ടീച്ചേഴ്സും ഒരേ അലൈൻമെന്റിൽ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഡിലേ വരിക എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിത്തറയാണ് 8 വയസ്സുള്ള കാലം, ഫൗണ്ടേഷൻ ഇയേഴ്സാണ്. ഏത് തരത്തിലുള്ള ഡിലേകളും അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡെവലപ്മെന്റൽ ഡിസോർഡറുകളുടെയും ലക്ഷണങ്ങൾ 8 വയസ്സിന് മുമ്പ് പുറത്തു കാണും. ഭാഷാപരമായ പ്രശ്നമാണോ, അതല്ലെങ്കിൽ കാഴ്ച സംബന്ധമായ പ്രശ്നമാണോ, കേൾവി സംബന്ധമായ പ്രശ്നമാണോ, ബുദ്ധി വികാസത്തിലെ പ്രശ്നമാണോ, ഓട്ടിസം പോലെയുള്ള തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണോ, എന്ത് തരത്തിലുള്ള വൈകല്യങ്ങളുടെയും ലക്ഷണങ്ങൾ 8 വയസ്സിന് മുമ്പ് പുറത്തു വരും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നേരത്തെ ഇന്റർവെൻഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുട്ടിയുടെ ജീവിതം സേഫ് ആക്കാൻ പറ്റും. ഇത് പലപ്പോഴും വൈകിയാണ് തിരിച്ചറിയുന്നത്. ഇവിടെയാണ് പാരൻസ് നമ്മൾ എംപവർ ചെയ്യിക്കേണ്ടത്. പാരൻസിന് കൃത്യമായ വർക്ക്ഷോപ്പുകൾ, കൃത്യമായ അവയർനെസ് ക്ലാസ്സുകൾ, കൃത്യമായ ഓറിയന്റേഷൻ കൊടുത്തിട്ട് പാരൻസ് നമ്മളെ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ ഇൻഫോംഡ് ആയ ഒരു പാരന്റ് കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ചില സ്കൂളൊക്കെ പാരൻസിനെ പേടിക്കും. പാരൻസിനെ വിളിക്കാൻ പറ്റില്ല, അവരത് ചോദിക്കും, ഇത് ചോദിക്കും എന്നൊക്കെയാണ് പറയുക. കംപ്ലൈന്റ് ഉണ്ടാവും, സ്വാഭാവികമാണ്. കംപ്ലൈന്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കംപ്ലൈന്റ് ഒരു ലക്ഷണമാണ്. എന്തിനെന്നറിയോ? നിങ്ങളുടെ കൂടെ ഇനിയും പോവാൻ ഞാൻ റെഡിയാണ്. ഇതാണ് കംപ്ലൈന്റിന് പിന്നിലുള്ള ഒരു ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങി, പിന്നെ അത് ഉപയോഗിച്ച് നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, അതിന്റെ കസ്റ്റമർ കെയറിലേക്ക് നമ്മൾ പോകുന്നത് എന്തിനാ? നമുക്ക് ആ മൊബൈൽ വീണ്ടും ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കംപ്ലൈന്റ് പറയാൻ പോകുന്നത്. നീ ഉപയോഗിക്കാൻ താല്പര്യം ഇത് മാറ്റിയാൽ മതിയല്ലോ. അപ്പൊ കംപ്ലൈന്റുകൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ സ്വീകരിക്കാൻ പറ്റണം. കംപ്ലൈന്റുകൾ നമുക്കുള്ള ഫീഡ്ബാക്ക് ആണ്. അത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാരന്റ് ഹാപ്പി ആവും. അപ്പോൾ പാരന്റ്സിന്റെ കംപ്ലൈന്റ് കൈകാര്യം ചെയ്യുന്നവർക്ക് ചെറിയൊരു ഫോർമുല നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. അതിന്റെ ഫോർമുലയുടെ പേരാണ് ലീസ്റ്റ് മോഡൽ എന്ന് പറയും. LEAST. നോട്ട് ചെയ്തോളൂ നിങ്ങൾ, LEAST. ഇത് പാരന്റ്സിന്റെ കംപ്ലൈന്റുകൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള വളരെ സിസ്റ്റമാറ്റിക് അറിവുകയാണ്. എന്ന് പറയുന്നത് ലിസൺ, കേൾക്കുക. കേൾക്കുക കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കേട്ടിരിക്കുക. അപ്പൊ കേൾക്കുക. അപ്പൊ നമ്മൾ പറയുന്ന നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ സിറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ പാരന്റ്സിന് കുറെ പറയാനുണ്ടാവും കുട്ടിയെക്കുറിച്ച്. ചിലപ്പോൾ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നത്. ലിസൺ. രണ്ടാമത്തെ എംപതൈസ്. അവരുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ തീരെ ഭക്ഷണം കഴിക്കുന്നില്ല, രാത്രി വളരെ വൈകിയാണ് ഉറങ്ങുന്നത്, തീരെ ഒട്ടും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഇങ്ങനെയാണ് കുറേ സംഗതികളായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ എംപതൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ സിമ്പതി വർക്കൗട്ട് ആവില്ല കേട്ടോ. യെസ്, അങ്ങനെ പ്രശ്നം കുട്ടിക്കുണ്ടല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരെ ഫീലിംഗുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. അങ്ങനെ ഫീലിംഗുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് പറയാൻ തോന്നും, വീണ്ടും പറയാൻ തോന്നും. എന്ന് പറയുന്നത് അപ്പോളജൈസ്. ചിലപ്പോൾ നമ്മളെ സ്ഥാപനത്തിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ കംപ്ലൈന്റ് പറയുന്നുണ്ടാവുക, ബസ് നേരത്തെ വരുന്നില്ല, അല്ലെങ്കിൽ ബസ് വരുന്ന സമയമാറ്റം അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കംപ്ലൈന്റുകളായിരിക്കും പറയുന്നുണ്ട്. ഒരു കാരണവശാലും അവിടെ ടീച്ചർ ഡിഫെൻഡീവ് ആവരുത്, ന്യായീകരിച്ച് കളയരുത്. ന്യായീകരിക്കുന്നത് പ്രശ്നമാണ്. കാരണം പാരൻസിന് ഒരു ബോധം ഉണ്ടാവും, ഞാൻ ഫീസ് കൊടുത്തിട്ടല്ലേ എന്നുള്ള സാധനം ഉള്ളിൽ വർക്കൗട്ട് ചെയ്യും. അപ്പോളജൈസ് ചെയ്യുക, യെസ് അതൊരു മിസ്റ്റേക്കാണ്, അതൊരു മിസ്റ്റേക്കാണ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അപ്പോളജൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കൃത്യമായിട്ട് അപ്പോളജൈസ് ചെയ്യണം. മറ്റൊരു സംഗതിയാണത് സോൾവ് ചെയ്യണം. ഇനി അപ്പോളജൈസ് ചെയ്ത് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അടുത്തൊരു മാസം ഇതേ കംപ്ലൈന്റ് ആയിട്ട് പാരന്റ് വീണ്ടും വരരുത്. അത് കംപ്ലൈന്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പാരന്റ്സ് മീറ്റിംഗ് നടക്കുമ്പോൾ പിന്നെ റൂമിന്റെ മൂലയിലൊക്കെ മാറാല കെട്ടി കിടക്കുന്നുണ്ട്, അതല്ലെങ്കിൽ വാഷ്റൂം വൃത്തിയില്ല, ഒരു പാരന്റ് വാഷ്റൂം
ഉപയോഗിച്ച് നമ്മൾ പറയും ഈ വാഷ്റൂമിലേക്കാണ് കുട്ടി പോകുന്നത്, അതല്ലെങ്കിൽ അവിടുത്തെ ഹൈജീൻ ക്ലിയർ അല്ല, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾ ഇരിക്കുന്ന സെറ്റിംഗ് കറക്റ്റ് അല്ല, വെളിച്ചം കിട്ടുന്നില്ല, കാറ്റ് കിട്ടുന്നില്ല. ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു ടീച്ചേഴ്സ് നായയുടെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ അതിന് പറയുന്നുണ്ടാകും. അപ്പോൾ അപ്പോളജൈസ് ചെയ്യണം, നമ്മൾ അപ്പോളജൈസ് ചെയ്യണം, സോൾവ് ചെയ്യണം. ഇനി ലാസ്റ്റ് വൺ, താങ്ക്. അവർ പറഞ്ഞ കാരണം കൊണ്ടാണല്ലോ നമ്മൾ ആ വിഷയത്തിൽ ഇടപെട്ടത്, ആ പാരൻസിന് താങ്ക്സ് പറയണം. കാരണം അവർ ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് എന്ത് ചെയ്ത് ഈ പ്രശ്നം നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു താങ്ക്സ് നോട്ട് അവർക്ക് അയക്കണം. ഇത് സിമ്പിളായിട്ട് പറയണം, ലീസ്റ്റ് മോഡൽ: ലിസൺ, എമ്പതൈസ്, അപ്പോളജൈസ്, സോൾവ് ആൻഡ് താങ്ക്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പ്രശ്നം ടീച്ചർ കാര്യമായിട്ട് എടുത്ത് അവരെടുത്ത് പിന്നെ സോൾവ് ചെയ്ത് എനിക്ക് ഒരു താങ്ക്സ് ഒക്കെ പറയുമ്പോൾ പാരന്റിന്റെ മനസ്സിലെന്താണെന്ന് അറിയോ? ഐ ആം സംതിങ് എന്നുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു സാധനം എന്താ വെച്ചാൽ വാല്യൂ കിട്ടുക എന്നുള്ളതാണ്. വാല്യൂ കിട്ടുക. ഇപ്പൊ നമുക്കറിയാം, പിന്നെ നമ്മുടെ സാധാരണ ട്രെയിനിലെ ടോയ്ലറ്റിന്റെ വൃത്തി എന്താ നമുക്കറിയാം. ഇന്ത്യൻ റെയിൽവേ ടോയ്ലറ്റിന്റെ വൃത്തി എന്താ നമുക്കറിയാം. ഇതേ മനുഷ്യന്മാർ തന്നെ വന്ദേ ഭാരതിൽ കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വന്ദേ ഭാരത് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അതിൽ ടോയ്ലറ്റ് ആ മനുഷ്യരാണ് ഇതില്ലാത്തും കയറുന്നത്. അതിന്റെ ടോയ്ലറ്റ് ഒരു പ്രശ്നമില്ല, വളരെ നീറ്റായിട്ടാണ് പോകുന്നത്. ഇതേ മനുഷ്യർ എയർപോർട്ടിലെ ടോയ്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിലോ, അല്ലെ, എയർപോർട്ടിലെ ടോയ്ലറ്റ് എന്തൊരു വൃത്തിയാണ്, ക്ലീൻ ആണ്. ഇപ്പോൾ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞ് കിടന്നുറങ്ങാൻ തോന്നുന്നു കണ്ടാൽ. എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ ഈ സാധാരണ കമ്പാർട്ട്മെന്റുകൾ സാധാരണ ട്രെയിനിൽ കൊടുക്കുന്നത് എന്താണോ അതിനനുസരിച്ച് തിരിച്ച് ഫീഡ്ബാക്ക് കിട്ടും. അത് ഉപയോഗിക്കുന്ന മനുഷ്യരെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നതിൽ കയറുമ്പോൾ മനസ്സിലാവും. വന്ദേ ഭാരതിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിന്റെ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിന്റെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന മനുഷ്യരെ കെയർ ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഫീലിംഗിലാണ് അവിടുത്തെ സൗകര്യങ്ങൾ, അവിടുത്തെ അമ്യൂണിറ്റീസ് ഒരുക്കിയിട്ടുണ്ടാകും. അപ്പോൾ കയറുന്നവന് ഉപയോഗിക്കുന്നതിന് എന്ത് ചെയ്യും? ഒരു റെസ്പെക്ട് ഫീൽ ചെയ്യും, വാല്യൂ ഫീൽ ചെയ്യും. ഈ വാല്യൂ തിരിച്ചു പോകും, ഈ വാല്യൂ തിരിച്ചു പോകും. അപ്പോൾ ഒരു പാരൻസ് മീറ്റ് ഒക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യണം? വാല്യൂ ഫീൽ ചെയ്യിക്കണം. അപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുക്കാം. അതിന് പാകം നമുക്ക് തന്നെ ചിലവാകും. വെൽക്കം ഡ്രിങ്ക് കൊടുക്കാം, പാരൻസിന് എല്ലാവർക്കും കാണും, ഒരു ഡിസ്കഷൻ മോഡിലൊക്കെ ഇരുത്തുക, അഭിപ്രായങ്ങൾ ചോദിക്കുക. ഒരു നേരെ വന്നിട്ട് ഇങ്ങനെ നമ്മളൊരു റിപ്പോർട്ട് പ്രസന്റ് ചെയ്ത് പോകുന്ന അഭിപ്രായങ്ങൾ ചോദിക്കുക, സജഷൻസ് എഴുതി വാങ്ങിക്കുക. അവർ പറഞ്ഞ സജഷൻസ് നമ്മൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർ അക്നോളജ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ, ഈ നോട്ടീസ് ബോർഡിന്റെ ഉയരം കുറക്കണം, നിങ്ങൾ പറഞ്ഞാലേ, ഓക്കെ, അത് നന്നായി തോന്നി, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അക്നോളജ് ചെയ്യുക എന്നുള്ള സംഗതി വളരെ പ്രധാനം. അപ്പൊ പാരന്റ് ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി പഠിക്കുന്ന സ്ഥലം ഗംഭീരമാണെന്ന് തന്നെയാണ്. എൻ്റെ കുട്ടി പഠിക്കുന്ന സ്ഥലം ആളുകൾ ശ്രദ്ധിക്കുന്ന, ആളുകൾ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് അതല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ ഒത്തിരി എവിടെ കുട്ടി പഠിക്കണമെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പാരൻസിന് പറയാൻ പറ്റണം ഇന്ന സ്കൂളിലാണ്. അപ്പോൾ ആ രീതിയിൽ പാരൻസിന് വാല്യൂ ഫീൽ ചെയ്യിക്കണം, ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാക്കണം. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവരെ പേഴ്സണൽ സർക്കിളിലേക്ക് കാര്യം ഇമോഷണൽ സർക്കിൾ കണക്ഷൻ ഉണ്ടാക്കരുത്. പലപ്പോഴും പല സ്കൂളിൽ നമ്മൾ കാണുന്നൊരു സംഗതി ഉണ്ടാവും. LKGയിലെ ടീച്ചർ ഭംഗീരമായിട്ട് പാരൻസുകാർ കണക്റ്റഡ് ആയി, എല്ലാം കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ടീച്ചർക്ക് അറിയാം. ഇനി ആ കുട്ടി UKGയിലെത്തി, ടീച്ചർ അപ്പോൾ LKG തന്നെയാണ്. അപ്പോഴും ആ പാരന്റ് ഈ ടീച്ചർ വിളിക്കും കുട്ടിയുടെ എന്തെങ്കിലും ആവശ്യത്തിന്. അതുണ്ടാവാൻ പാടില്ല. LKG കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യണം? UKG ടീച്ചറിലേക്ക് ആ കുട്ടിയെ പോകും, അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള പ്രൊഫഷണൽ സ്പേസിൽ നിന്നുകൊണ്ട് ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് പലതരത്തിലുള്ള എന്താ പറയുക ഇടപാടുകൾക്ക് അത് കാരണമാവും. അപ്പോൾ ഒരു പ്രൊഫഷണലി പാരൻസുമായിട്ട് കണക്ട് ചെയ്യാനും ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇനി വരുന്ന 5 മാസക്കാലം, ഈ 5 മാസക്കാലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 3.5 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾ, 3 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാടുണ്ടാവും. ഈ കുട്ടികളുടെ പാരൻസിന്റെ മൈൻഡിൽ നമ്മൾ സ്ഥാപനം ഒന്നാമതായിട്ട് വരണമല്ലോ, അപ്പോഴേ ഇതിൽ അഡ്മിഷനായിട്ട് കൺവേർട്ട് ആവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും 5 മാസക്കാലം പാരൻസിലേക്ക് നിരന്തരം സ്ഥാപനത്തിന്റെ എന്താ പറയുക സ്റ്റോറീസ് പോകണം. അഡ്വർടൈസ്മെന്റ് അല്ല, സ്റ്റോറീസ്. കാരണം എന്ത് സ്റ്റോറിയാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വെക്കുന്ന സ്റ്റോറിയാണല്ലോ. ബേസിക്കലി നമ്മുടെ ജീവിതമൊക്കെ ഓരോ സ്റ്റോറീസാണ്. 70 വർഷത്തെ സ്റ്റോറി, 60 സ്റ്റോറിയാണ് നമ്മൾക്ക് ജീവിക്കുന്നത് ഇവിടെ. അപ്പോൾ സ്ഥാപനത്തിന്റെ സ്റ്റോറീസ്, കുട്ടിയുടെ ഗ്രോത്തിന്റെ സ്റ്റോറീസ് ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട. ഏത് സ്ഥാപനം അല്ലെങ്കിൽ ഏത് ബിസിനസ്സും വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണമെന്നാണ് പറയുക. 1 ക്രെഡിബിലിറ്റി, 2 വിസിബിലിറ്റി, 3 പ്രോഫിറ്റബിലിറ്റി. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത. ഇപ്പൊ പാരന്റ് കമ്മ്യൂണിറ്റിക്കിടയിൽ നമ്മൾക്കുള്ള വിശ്വാസ്യത എത്രയാണ്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളുമായ അനുഭവത്തിൽ നമ്മൾ കൊടുക്കുന്ന വിശ്വാസ്യത എത്രയാണ്? ഈ വിശ്വാസ്യത രണ്ടാമത്തെ സ്റ്റേജാണ് വിസിബിലിറ്റി. അതിനെ എയറിലാക്കണം, അതിനെ വിസിബിൾ ആക്കണം സൊസൈറ്റിയുടെ മുമ്പിൽ. ഇപ്പൊ നോക്കുക, ഡോക്ടേഴ്സ് അടക്കം ബ്ലോഗ് ചെയ്യുന്ന കാലമാണ്. അത് നമ്മുടെ ക്ലാസ് മുറിയിലെ
അനുഭവങ്ങളെ, പഠന പ്രവർത്തനങ്ങളെ വളരെ മനോഹരമായ വിഷ്വൽസ് ആക്കിയിട്ട് പാരന്റ് കമ്മ്യൂണിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിന് ആ പ്രോഗ്രാമിന്റെ തൊട്ട് മുമ്പ് ഒരു പോസ്റ്റർ പോകണം. വളരെ മനോഹരമായ പോസ്റ്റർ പോകും. ഇപ്പോൾ ഇന്ന് പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ലല്ലോ. 200 രൂപ കൊടുത്താൽ ക്യാൻവയുടെ ഒരു പ്രൊഫഷണൽ വേർഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. മുമ്പ് വലിയ റേറ്റ് ആയിരുന്നു ഇതിന്. ഇപ്പം അതിന്റെ ട്യൂട്ടോറിയൽ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. 200 രൂപ കൊടുത്താൽ ക്യാൻവയുടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള വേർഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു സ്ഥാപനത്തിൽ ഒരു ടീച്ചറെ അതിന് എംപവേർഡ് ആക്കണം, അത് ഉപയോഗിക്കാൻ കപ്പാസിറ്റി ടീച്ചറാക്കി മാറ്റണം. എന്നിട്ടൊരു പ്രോഗ്രാമിൻ്റെ വളരെ മനോഹരമായ പോസ്റ്ററുകൾ, ഏത് ഇവൻറ്റിനും എന്ത് ചെയ്യണം, നല്ല ടൈറ്റിൽസ് കൊടുക്കണം, ഒരു കാച്ചിങ് ആയ ടാഗ് ലൈൻ കൊടുക്കണം. ഇതൊക്കെ എന്താ പറയുക, വിസിബിലിറ്റി കൂട്ടുന്ന കാര്യങ്ങളാണ്. രണ്ട് പ്രോഗ്രാം നടന്ന ദിവസം കുറച്ച് സ്നാപ്സ് പോകണം അതിൻ്റെ, അന്ന് റീൽ വിടരുത്, അതിൻ്റെ കുറച്ച് സ്നാപ്സ് അന്ന് പോകണം. ആ ആ, പിന്നെ മൂന്നാമത് ഇതിൻ്റെ റീല് പോകണം. റീല് വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഇതാണ് മെയിൻലി നമുക്ക് ഏറ്റവും പോപ്പുലറായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇത് 3 സ്കൂളുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ ലിങ്കാണ് പാരന്റ് കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാവും. നേരിട്ട് ആ വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി, കയ്യിൽ നിന്ന് പോയി നമ്മൾ. അതിന് പകരം വളരെ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് ആ, വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത പ്രൊഫഷണൽ ലുക്ക് തരുന്ന രീതിയിൽ അതൊക്കെ നമുക്കിന്ന് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതിൻ്റെ എല്ലാം ടെംപ്ലേറ്റ്സ്, അതിൻ്റെ ലിങ്കാണ് നമ്മൾ പാരന്റ് കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ സ്പേസിൽ നമ്മളിങ്ങനെ കയറി വരണം. കാരണം ആളുകൾ ഇപ്പോൾ ഗൾഫിൽ താമസിക്കുന്ന ഒരു പാരന്റ് ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ആദ്യം സെർച്ച് ചെയ്യുന്നുണ്ടോ സോഷ്യൽ മീഡിയയിലാണ്, നമ്മുടെ പരിസരത്ത് സ്കൂളുകൾ. അപ്പോൾ അവിടെ വിസിബിൾ ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്ഥാപനത്തിലെ എല്ലാ ടീച്ചേഴ്സും ടെക്കികളാവുക. അതിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീച്ചറെങ്കിലും എന്ത് ചെയ്യണം, ഇത് ഉപയോഗിക്കാൻ കേപ്പബിൾ ആയിരിക്കണം. ചിലപ്പോൾ സ്കൂളിൽ IT ടീച്ചറായിരിക്കും ഇത് ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. ആ സാധനം ഒരുപാട് പണികൾ പ്രിൻസിപ്പൾ വേറെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിൻ്റെ ബാക്കിൽ ഇതൊന്ന് ഡിസൈൻ ചെയ്ത് തരുമോ, ഇതൊന്ന് റീൽ ഉണ്ടാക്കി തരുമോ, നമ്മൾ ബാക്കിൽ നടക്കുന്ന അനുഭവം ഉണ്ടാവരുത്. നമ്മൾ KG ടീച്ചേഴ്സ്, ECC ടീച്ചേഴ്സ് ടെക്കികളായിരിക്കണം. കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും യങ് ജനറേഷനെയാണ്. അവരുടെ ഭാഷയാണ് ടെക്നോളജി. അത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കളുമായിട്ടുള്ള ഈ കണക്ഷന്, കമ്മ്യൂണിക്കേഷന് വളരെ സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സ്ഥാപനത്തിൻ്റെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇനി 5 മാസക്കാലത്ത് ക്രിയേറ്റീവായ ഇവൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ക്രിയേറ്റീവായ ഇവൻറ്റ്സ് അതെന്താണെന്ന് ഞാൻ വഴിയെ പറയും. അപ്പം അതിന് മുമ്പ് ടീച്ചേഴ്സിൻ്റെ ഒരു ഭാഗം കിടക്കുന്നുണ്ട്. കാരണം എഡ്യൂക്കേഷൻ ഇസ് ടീച്ചർ എന്നാണ് പറയുക. വിദ്യാഭ്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ടീച്ചർ, ടീച്ചർ തന്നെയാണ്. സ്കൂൾ ഈസിക്കൽ ടു മാനേജ്മെന്റ് എന്ന് പറയും. അപ്പോൾ ഈ എല്ലാ സെഗ്മെന്റിനെയും എംപവർ ചെയ്യാൻ പാപ്പിയൻ സൊല്യൂഷൻസിലെ കോഴ്സുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട്, EC സെറ്റ് എന്ന് പറയും, ഏർലി ചൈൽഡ്ഹുഡ് സ്കിൽ ഹാൻഡ്സ് ആൻഡ് ട്രെയിനിങ്. ഇത് ഓൺലൈനും ഓഫ്ലൈനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 8 വയസ്സ് വരെയുള്ള കുട്ടിയെ ഡീപ്പായിട്ട് പഠിക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. വളരെ എക്സ്പെർട്ടായ ഫാക്കൽറ്റികൾ ലീഡ് ചെയ്യുന്ന കോഴ്സാണിത്. അതുപോലെ മാനേജ്മെന്റിനുള്ള ഒരു ലീഡർഷിപ്പ് കോഴ്സ് ഇതിൻ്റെ കൂടെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. KG ഹെഡുമാരെ എംപവർ ചെയ്ത് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ സീനിയറായ ടീച്ചേഴ്സിനെ KG ഹെഡുമാരായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കോഴ്സ് ഇതിൻ്റെ കൂടെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പാരന്റിങ് കോഴ്സായിട്ട് വൈസ് റൂട്ട് എന്നുള്ള പ്രോജക്റ്റ് പല സ്കൂളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാരൻസിനെ എംപവർ ചെയ്യാനുള്ള. സാന്ദർഭികമായി സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു തരത്തിൽ പാരൻസുമായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷന്, അതിൻ്റെ ക്രെഡിബിലിറ്റി, അതിൽ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ്, അതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ട്രസ്റ്റ് ഉണ്ട്. ഇതാണ് സ്ഥാപനത്തിൻ്റെ എന്താ പറയുക, നിലനിൽക്കുന്ന അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ടീച്ചേഴ്സിനെ എംപവർ ചെയ്യുന്നിടത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം, നമ്മുടെ കോവർക്കേഴ്സിനെ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ECC ഫാക്കൽറ്റികളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എംപവർ ചെയ്യുക എന്നുള്ളതാണ് അഷ്റഫ് സാർ സംസാരിക്കുന്നത്. വെരി ഗുഡ് ഡോക്ടർ CP അഷ്റഫ് സാർ. ഓക്കെ, നമ്മളിപ്പോൾ സാർ പറഞ്ഞതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പാരൻസ് എങ്ങനെയാവാം എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് ടീച്ചർ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ഈക്വൽ ടു ടീച്ചർ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ NEP നിന്നാണല്ലോ ഞാൻ തുടങ്ങിയത്. NEPയുടെ 5ാമത്തെ ചാപ്റ്റർ ടീച്ചറാണ്. അവിടെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ടീച്ചർ ഒരു വർഷത്തിൽ 50 മണിക്കൂർ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു ടീച്ചർ ആയി കഴിഞ്ഞാൽ ടീച്ചറുടെ പഠനം അവസാനിക്കുന്നില്ല. പകരം ആ ടീച്ചർ വീണ്ടും 50 മണിക്കൂർ നേരം വീണ്ടും ട്രെയിനിങ്, ഇൻ സർവീസ് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ടീച്ചർ അത് പൂർണ്ണമായിട്ട് മാറുന്നുള്ളൂ. അതെന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, പലപ്പോഴും പരിശീലനങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്ന ഒരു സാധനമുണ്ട്. ഈവൻ മലയാള ഭാഷ പഠിപ്പിക്കുമ്പോൾ പോലും കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൃത്യമായി കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് കേരളം എന്ന് എഴുതാൻ പറഞ്ഞാൽ കോരളം എന്ന് എഴുതാറുണ്ട്.
അത് കുട്ടിക്ക് ഭാഷ അറിയും കേരളമാണ് എന്നുള്ളത്. പക്ഷെ അത് എഴുതുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്ന ചില കൺസെപ്ച്വൽ എറേഴ്സ് ആണ് കുട്ടിക്ക് അത്തരത്തിലൊരു പ്രശ്നം വരുന്നത്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഒരു ഉദാഹരണം. അപ്പം നമ്മൾ ചില ടീച്ചേഴ്സ് ചിഹ്നങ്ങൾ പഠിപ്പിക്കുമ്പോൾ, മലയാള ഭാഷയിലെ ചിഹ്നങ്ങൾ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ദീർഘമിട്ടാൽ നീട്ടണം. ദീർഘമിട്ടാൽ നീട്ടണം, ഈ രൂപത്തിലാണ് പറയുക. ദീർഘമിട്ടാൽ നീട്ടണം എന്ന് പറഞ്ഞാൽ കാക്ക് ദീർഘമിട്ടാൽ കാ, ചാക്ക് ദീർഘമിട്ടാൽ ചാ, അല്ലെ? അങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങളിൽ മുഴുവൻ അത് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സിൽ കയറുന്ന കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ദീർഘമിട്ടാൽ നീട്ടണം എന്നുള്ളതാണ്. അവിടെ അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ കുട്ടി കെ എന്ന് എഴുതിയിട്ട് അപ്പുറത്തൊരു ദീർഘമിട്ടാൽ അത് കോ എന്ന് വായിക്കുന്നതിന് പകരം ഈ ടീച്ചർ ആദ്യം പഠിപ്പിച്ച കോ, കെ എന്നാണോ അത് കോ എന്നാണോ വായിക്കുക എന്ന കോൺസെപ്റ്റിലേക്ക് കുട്ടി പോകുന്നു. ഇവിടെയാണ് മലയാള ഭാഷയിൽ തന്നെ ശരിക്ക് വ്യഞ്ജനാക്ഷരങ്ങളെ ഖരമെന്നും അധിഖരമെന്നും മൃദുവെന്നും ഘോഷമെന്നും അനുനാസികമെന്നും ഒക്കെ തരംതിരിച്ചിട്ടുണ്ട്. നമ്മുടെ KG പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ECC സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എത്ര ടീച്ചേഴ്സ് കൃത്യമായി മലയാള ഭാഷയുടെ ഉച്ചാരണം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉച്ചരിക്കുക എന്ന് അറിയുന്നുണ്ട്. അത് പുറപ്പെടുവിക്കുന്ന, അല്ലെങ്കിൽ ആ ശബ്ദം പുറപ്പെടുവിക്കുന്നതിനനുസരിച്ച് അതിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഓഷ്ട്യമെന്നും ദന്ത്യമെന്നും, പല്ലുകൊണ്ട് പറയുന്നത് മൂർധന്യമെന്നും, അതുപോലെ തന്നെ താലവ്യമെന്നും ഒക്കെ രൂപത്തിൽ അതിനെയും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറയാനുള്ള കാരണം, ഒരു KGയിൽ പഠിപ്പിക്കുന്ന ടീച്ചർ, എനിക്ക് കൃത്യമായിട്ട് അനുഭവമുണ്ട്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ സ എന്ന് പറയുന്ന അക്ഷരം, അത് ഇംഗ്ലീഷിൽ എസ് എന്ന് പറയുന്ന ആ അക്ഷരം ഷെയർ ചെയ്യുന്ന ടീച്ചർക്ക് ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് ഥ എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഈ നാവ് ഇങ്ങനെ പല്ലിനോട് ചേർത്ത് വെച്ചിട്ട് ഥ എന്ന് പറയുന്ന ഒരു അക്ഷരമാണ് ആ ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ഈ എസ് എന്നാണ് LKGയിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഉച്ചരിച്ചിരുന്നത്. ആ ക്ലാസ്സിലുണ്ടായിരുന്ന 30 കുട്ടികളും എസ് എന്നും ഥ എന്നുമാണ് ഉച്ചരിച്ചത്. അവിടെ നമുക്ക് രക്ഷിതാക്കൾ പലപ്പോഴും പറയാറുണ്ട്, രക്ഷിതാവ് പറഞ്ഞാൽ പോലും കുട്ടി തിരുത്തൂല. കാരണം എന്നെ പഠിപ്പിച്ചത് എൻ്റെ ടീച്ചറാണ്, ആ ടീച്ചർ തെറ്റിച്ച് പറയില്ല എന്നുള്ള കുട്ടിയുടെ കോൺസെപ്റ്റ്. അവിടെയാണ് നമ്മൾ ടീച്ചർ ചെയ്യേണ്ട റോൾ എത്രത്തോളം ഉണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത്, മലയാള ഭാഷയിൽ ആ ഭാഷ പഠിപ്പിക്കുമ്പോൾ അത് ഏത് അക്ഷരമാണെന്നും അതെങ്ങനെ ഉച്ചരിക്കണമെന്നും അതെങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും അതൊരു മെത്തഡോളജിയാണ്. പഴയ കാലത്ത് ബിഹേവിയറിസ്റ്റ് തിയറി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു തിയറിയാണല്ലോ ആദ്യം ലേണിങ്ങിൽ ഉണ്ടായിരുന്നത്. അത് പ്രാവിലും നായയിലും ഒക്കെ പരീക്ഷണം നടത്തിയിട്ട് മനഃശാസ്ത്രജ്ഞർ നമ്മളെ പഠിപ്പിച്ചപ്പോൾ റിപ്പീറ്റ് ചെയ്ത് അതിങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് പാടി പാടി മെമ്മറൈസ് ചെയ്ത്, റോട്ട് മെമ്മറൈസേഷൻ, കാണാതെ പഠിച്ച് പലപ്പോഴും അക്ഷരങ്ങൾ പറഞ്ഞിരുന്നതിൽ നിന്ന് ഇപ്പോൾ മാറി കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആശയം കുട്ടി തന്നെ, അതായത് അക്ഷരങ്ങൾ കുട്ടി തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. മെത്തഡോളജിയാണ്. കുട്ടി തന്നെയാണ് അക്ഷരങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ ടീച്ചർ ബോർഡിൽ എഴുതി കൊടുത്ത്. ഇത് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആശയത്തിൽ നിന്നാണ് കുട്ടി അക്ഷരത്തിലേക്ക് പോകേണ്ടത്. അതിന് ഡിസ്കോഴ്സ് എന്താണെന്ന് ടീച്ചർ അറിയണം. ആ ഡിസ്കോഴ്സിൽ നിന്ന് സെന്റൻസിലേക്കും, സെന്റൻസിൽ നിന്ന് വേർഡ്സിലേക്കും, വേർഡ്സിൽ നിന്ന് ലെറ്ററിലേക്കും ഉള്ളൊരു പ്രയാണമാണ്. അങ്ങനെ പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഡിസ്കോഴ്സ് ഉണ്ടാക്കാനും ലെറ്റർ ഐഡന്റിഫൈ ചെയ്യാനും ലെറ്റർ റീഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് കുട്ടിക്ക് സ്വന്തമായിട്ടുണ്ടാവും. അതിന് വേണ്ട പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ ഒരു KG ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു ECC ക്ലാസ് റൂം പോകണം. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ന്യൂമറസിയും. ഞാൻ മലയാള ഭാഷ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ പഴയ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്നത് പോലെ ABCD അല്ലല്ലോ ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മളതിൻ്റെ ഫോണിക്സ് ആണ്. അതിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുന്നതിനനുസരിച്ച് അതിന് 44 ശബ്ദമുണ്ടെന്നും ആ ശബ്ദത്തിൽ വവൽസിന് ഇത്ര ശബ്ദവും കോൺസണൻസിന് ഇത്ര ശബ്ദമുണ്ടെന്നും അത് ഇനി ചില അക്ഷരങ്ങൾ കൂടിച്ചേർന്നാൽ മറ്റൊരു ശബ്ദമാവുമെന്നും, അങ്ങനെയാണല്ലോ നമ്മൾ UKGയിൽ എത്തുമ്പോൾ അത്തരത്തിലേക്കാണ് മാറുന്നത്. ഡയഗ്രാഫ് എന്നും ഡിഫ്തോങ് എന്നും മൊണോഫ്തോങ് എന്നൊക്കെ പഠിപ്പിച്ച ഒരു പക്ഷേ ലിറ്ററേച്ചറിൽ നമ്മൾ ഫോണിക്സ് പഠിക്കുമ്പോൾ, ഫോണറ്റിക്സ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ആ ഒരു സംഭവം, അതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു അവബോധം ഒരു KGയിലെ ക്ലാസ് എടുക്കുന്ന ടീച്ചർക്കുണ്ടാവണം. അപ്പോഴാണ് ആ കുട്ടിക്കും കൃത്യമായൊരു കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം,
നമ്മൾ പലപ്പോഴും പരിശീലനങ്ങൾക്ക് പോകുമ്പോൾ ചില സ്കൂളുകളിലൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പോയി ചില സ്കൂളുകളിൽ ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ, എങ്ങനെ ലാംഗ്വേജ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ ഭാഷാ പഠനം. ഇത് നാലാമത്തെ ഡൊമൈനാണ്, നേരത്തെ സൂചിപ്പിച്ച നാലാമത്തെ ഡൊമൈനാണ് ഭാഷാ ശേഷി, ഭാഷാ ഡെവലപ്മെന്റ്, ഭാഷാ പുരോഗതി ഉണ്ടാവുക, സാക്ഷരത ഉണ്ടാവുക കുട്ടിക്ക് എന്നുള്ളത്. അത് 2 ലാംഗ്വേജിൽ ഉണ്ടാവുക എന്നുള്ളതാണ് NEP പറയുന്നത്. അപ്പോൾ NEP അങ്ങനെ നമ്മൾ ചിലപ്പോൾ 3 ലാംഗ്വേജും 4 ലാംഗ്വേജും ഒക്കെ പഠിപ്പിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യകതയും അനാവശ്യവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഇത്തരത്തിൽ ആ കുട്ടിയുടെ ഭാഷാശേഷി കൃത്യമായി കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ LKG കഴിഞ്ഞ് UKG കഴിഞ്ഞ് 1-ാം ക്ലാസ് കഴിഞ്ഞ് 2-ാം ക്ലാസ്സിലെത്തുന്ന കുട്ടി കൃത്യമായി മലയാളത്തിൽ വായിക്കാൻ പ്രാപ്തനാവണം. ഒരു ബോർഡ്, ബസ്സിന്റെ ബോർഡ് കണ്ടാൽ ആ കുട്ടി വായിക്കണം. പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നതാണോ പ്രാധാന്യം, അതോ കുട്ടിയുടെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനാണോ പ്രാധാന്യം? പലപ്പോഴും രക്ഷിതാക്കൾക്കുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നേരത്തെ ഡോക്ടർ CP അഷ്റഫ് സാർ പറഞ്ഞതുപോലെ രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും വലിയ കാരണം, മാർക്ക് 50-ൽ 50 കിട്ടിയാൽ എൻ്റെ കുട്ടിക്ക് കൃത്യമായി എല്ലാം കിട്ടി, പൂർത്തിയായി. പകരം നമ്മൾ ആലോചിക്കുക, ആ കുട്ടിയുടെ ഭാഷാ നൈപുണ്യം, കഴിവുകൾ വർദ്ധിച്ചോ, കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയോ, ഒരു ബോർഡ് കണ്ടാൽ അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞോ, ഒരു ന്യൂസ് പേപ്പർ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കിട്ടിയാൽ അതിലെ ഹെഡിങ്ങുകൾ തെറ്റില്ലാതെ ചിഹ്നങ്ങളും കൂട്ടക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും ഒക്കെ വരുന്നത് മലയാളത്തിൽ വായിക്കാൻ പ്രാപ്തനായോ, അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ പ്രാപ്തനായോ? ഇവിടെയാണ് കുട്ടിക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതായത് നമ്മൾ പറയും കോമ്പിറ്റൻസി എന്നുള്ള വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പരീക്ഷകളിൽ ഇപ്പോൾ സ്റ്റേറ്റ് ബോർഡ് പരീക്ഷയാണെങ്കിലും CBSE പരീക്ഷയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, കുട്ടിക്ക് 50%-ലധികം ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ടുള്ളതല്ല. പകരം ആ കുട്ടി സ്വന്തമായി എഴുതണം. അപ്പൊ വീടിനെ കുറിച്ച് ഒരു 5 വാക്യം എഴുതുക. അപ്പൊ കുട്ടിക്ക് അത് ക്രിയേറ്റ് ചെയ്യണം, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ തലയിലാണ്, എൻ്റെ വീട് ഇങ്ങനെയാണ്, എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്, വീട്ടിൽ ഇന്ന ആളുകളുണ്ട്. ഇങ്ങനെ കുട്ടി സ്വന്തമായി ആലോചിക്കുകയും അത് പേപ്പറിലാക്കുകയും ചെയ്യുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. പഴയ കാലഘട്ടത്തിൽ ഈവൻ കത്ത് വരെ റോട്ട് മെമ്മറൈസേഷൻ ആണ്, കാണാതെ പഠിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ആ കാണാതെ പഠിപ്പിച്ചിരുന്ന അതുപോലെ കൊണ്ടുപോയി പരീക്ഷാ പേപ്പറിൽ എഴുതി വെക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് സ്വന്തമായി കുട്ടി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കോമ്പിറ്റൻസി ഉണ്ടാവുന്നത്, ആ കുട്ടിയുടെ കഴിവ് വർദ്ധിക്കുന്നത്. അത് LKGയിൽ പഠിക്കുന്ന കുട്ടി അക്ഷരം കണ്ടാൽ തിരിച്ചറിയണം, അക്ഷരം വായിക്കണം, അക്ഷരം എഴുതണം, ആ അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ അറിയണം, അതിൽ നിന്നുള്ള ചെറിയ ഡിസ്കോഴ്സ്, ഒരു സെന്റൻസ് ഒക്കെ കുട്ടിക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ പറഞ്ഞാൽ കുട്ടി LKG അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കഥ പറയും, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഒരു കഥ പറയും. ആ കഥ പറയുന്നതിനുള്ള ശേഷി ഉണ്ടാവണം, ഭാഷാ ശേഷികൾ ഉണ്ടാവണം. അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് തുടങ്ങിയ LSRW എന്ന് വിളിക്കുന്ന അതെങ്ങനെയാണ് പഠിപ്പിക്കുക എന്നുള്ളത് ടീച്ചേഴ്സ് അറിയണം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, ചുമതല വഹിക്കുന്നത് ടീച്ചേഴ്സാണ്. എന്താണ് കൃത്യമായ മെത്തഡോളജി, എങ്ങനെയാണ് ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് എത്തിക്കുക, അങ്ങനെ അക്ഷരത്തിലെത്തിയാൽ സർഗാത്മകത പിന്നെ എങ്ങനെ ഉണ്ടാക്കാം? കാരണം ഒരു അക്ഷരം പഠിച്ച് അക്ഷരത്തോടു കൂടി അവിടെ അവസാനിക്കുന്നില്ല. പകരം ആ അക്ഷരം വെച്ച് പുതിയ വാക്ക് കുട്ടികൾ ഉണ്ടാക്കണം, പുതിയ വാക്യങ്ങൾ ഉണ്ടാക്കണം, പുതിയ ഡിസ്കോഴ്സസ്, വ്യവഹാര രൂപങ്ങൾ കുട്ടികൾ ഉണ്ടാക്കണം. ആ തരത്തിൽ ഭാഷാ പരിജ്ഞാനം വേണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് സംഖ്യ, ന്യൂമറസി എന്ന് പറയുന്നത്, സംഖ്യാശേഷികൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ തമാശ രൂപേണ പറയാറുണ്ട്, A+B² എന്തിനാണ് പഠിച്ചത്? A+B² = A²+2AB+B². വലിയ ക്ലാസ്സിൽ പഠിക്കുന്നതാ. ഇതെന്തിനാ പഠിച്ചത്? ആർക്കറിയാം. എന്താണ് വൃത്തത്തിന്റെ വിസ്തീർണം? πr² ആണോ? എന്താണ്? ഇങ്ങനെ ഇത്തരത്തിൽ പലതരത്തിലുമുള്ള പഠനം നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് കുട്ടിക്ക് കൃത്യമായി കിട്ടിയോ എന്നുള്ളതാണ് ന്യൂമറസി കൊണ്ട്. ഇപ്പോൾ LKGയിൽ ചേർക്കാൻ വരുന്ന കുട്ടിയോട് ഇനി PKG എന്ന് പറയണം, കാരണം PKG തുടങ്ങണം എല്ലാ സ്കൂളുകളും. അപ്പോൾ PKGയിൽ ചേർക്കാൻ വരുന്ന ഒരു കുട്ടിയോട് ഇത് 1 മുതൽ 10 വരെ എണ്ണാൻ പറഞ്ഞാൽ, ഒരു പക്ഷേ 1 മുതൽ 20 വരെ എണ്ണാൻ പറഞ്ഞാൽ ആ കുട്ടി സുഖകരമായിട്ട് എണ്ണുന്നു. 1, 2, 3. ഇനി വീട്ടിൽ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എന്നുള്ളത് ഇങ്ങനെ കൃത്യമായി എണ്ണുന്നു. നമ്മൾ ഒരു 4 മിഠായി എടുത്തിട്ട് ചോദിക്കുന്നു ഇത് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല.
അവിടെ കോമ്പിറ്റൻസി കിട്ടിയിട്ടില്ല. അപ്പൊ കുട്ടിയുടെ സംഖ്യാശേഷി അല്ലെങ്കിൽ ന്യൂമറസി പരിശോധിക്കേണ്ടത് എങ്ങനെയാണ്? പുറത്തിറങ്ങിയിട്ട് ഒരു കുട്ടിയോട് 4 കല്ലെടുക്കാൻ പറഞ്ഞാൽ, 4 ഇലെടുക്കാൻ പറഞ്ഞാൽ, 4 അതുപോലെ തന്നെ പിന്നെ പൂക്കൾ എടുക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ 4 മിഠായി എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞാൽ, 4 ബാഗ് എടുത്തു വരാൻ പറഞ്ഞാൽ, 4 പെൻസിൽ എടുത്തു വരാൻ പറഞ്ഞാൽ, എന്ത് 4 പറഞ്ഞാലും ആ 4 കൃത്യമായി കുട്ടി എടുക്കുന്നുണ്ടോ? എങ്കിൽ കുട്ടിക്ക് 4 എന്ന് പറയുന്ന അക്കം ന്യൂമറസി കൃത്യമാണ്, അതിന്റെ കോൺസെപ്റ്റ് കൃത്യമാണ്. 4ന്റെ മുകളിലെ അപ്പുറത്തേക്ക് കൂട്ടിയാൽ 1 കൂട്ടിയാൽ 5ആണ്, 4ൽ നിന്ന് 1 കുറച്ചാൽ 3ആണ്. ഇങ്ങനെയുള്ള ആ സംഖ്യ കഴിവ്, ആ കുട്ടിയുടെ ശേഷി വർദ്ധിപ്പിക്കുമ്പോഴാണ്, അതിനുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് കൃത്യമായ ന്യൂമറസി ടീച്ചേഴ്സ് പഠിപ്പിക്കുക. അതിന് NCFFS തന്നെ പറഞ്ഞ ഒരു സാധനമാണ് ELPS, അതിൻ്റെ മെത്തഡോളജിയാണ്. ഈ ELPS എന്ന് പറയുമ്പോൾ നന്നായി ക്ലാസ് എടുക്കുന്ന നല്ല കഴിവുള്ള പല ടീച്ചേഴ്സും ചോദിക്കും എന്താണ് വാട്ട് ഈസ് ELPS എന്ന്. എന്നോട് ചോദിച്ചതായിട്ടുള്ള ഓർമ്മയുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വാട്ട് ഈസ് ELPS? ഇത് ELPS എന്ന് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ NCFന്റെ നേരത്തെ സൂചിപ്പിച്ച 300-ലധികം പേജുള്ള ആ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫൗണ്ടേഷണൽ സ്റ്റേജ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ELPS എന്നുള്ളത്. പക്ഷെ അത് വായിച്ചാലും അത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്നുള്ളത്, ഒരു പക്ഷെ ഒരു മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ ഒരു ക്ലാസ്സിൽ പോയി ഒരു ടീച്ചർ ഒരു മാത്സ് വളരെ മനോഹരമായി pre-KGയിലും LKGയിലും UKGയിലും കളികളിലൂടെയും ആക്ടിവിറ്റിയിലൂടെയും ചൈൽഡ് സെൻറ്റേർഡുമായി ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ അതിൽ കൃത്യമായ പരിശീലനം നേടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറഞ്ഞത് ഒരു ടീച്ചർ ഒരു വർഷത്തിൽ 50 മണിക്കൂർ പരിശീലനം നേടണമെന്നുണ്ട്, പരിശീലനം നേടണം എന്നാവശ്യപ്പെട്ടത്. നമ്മൾ എത്ര പേർ, ഞാനടക്കം അടങ്ങുന്ന ഈ ടീച്ചേഴ്സ് ഗ്രൂപ്പ് എത്ര പേര് അതിൽ 50 മണിക്കൂർ പൂർത്തിയായി? പോട്ടെ 10 മണിക്കൂർ പരിശീലനം നേടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കൃത്യമായി നമ്മൾ പരിശീലനം നേടിയാൽ മാത്രമേ പുതിയ അപ്ഡേഷൻ, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു AI വരവായി. AI എങ്ങനെ നമുക്ക് ക്ലാസ് റൂമുകളിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം? കാരണം AI ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഒഴിവാക്കി കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു ടീച്ചർ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിൽ, ഒരു ടീച്ചർ അസസ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ, ഒരു ടീച്ചർ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് പ്രിപ്പയർ ചെയ്യുന്നതിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കുന്നുണ്ട്. ഒരുപാട് അത്തരത്തിലുള്ള മോഡ്യൂളുകളും പരിശീലനങ്ങളും നടക്കുന്നുണ്ട്. ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട കോമ്പിറ്റൻസി, കുട്ടിക്ക് കിട്ടേണ്ട കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി AI എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? ഞാനിത് സൂചിപ്പിച്ചത് ഒരു നേരത്തെ ഡോക്ടർ CP അഷ്റഫ് സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ടീച്ചറാണ് വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് എത്തിക്കുന്നത്, ടീച്ചറാണ് പകർന്നു കൊടുക്കുന്നത്. ടീച്ചർ എപ്പോഴും പറയാറുണ്ട് ഒരു മെഴുകുതിരി പോലെയാണെന്നല്ലേ. മെഴുകുതിരി സ്വന്തം കത്തിത്തീരുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് പ്രകാശം ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രകാശം സ്വന്തം കത്തിക്കാനുള്ള എനർജി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ മെഴുകുതിരി കത്താതാവുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ നമ്മളെ ശ്രവിക്കുന്ന പാപ്പിയോൺ സൊല്യൂഷൻസിന്റെ പല പരിപാടികളും നേരത്തെ ഡോക്ടർ CP അഷ്റഫ് സാർ സൂചിപ്പിച്ചു. EC സെറ്റ് എന്ന് പറയുന്ന ഓൺലൈൻ മോഡിലും ഓഫ്ലൈൻ മോഡിലും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പിന്നെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിപ്പിക്കാം എന്ന തരത്തിൽ നമ്മൾ പരിശീലനം നൽകുന്നുണ്ട്. അതിനപ്പുറം തന്നെ മാത്തമാറ്റിക്സ് 1 ഡേ ഓഫ്ലൈൻ പ്രോഗ്രാമും 5 ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാമും 2 മോഡിൽ ചെയ്യുന്നുണ്ട്. 1 ഡേ ഓഫ്ലൈൻ പ്രോഗ്രാം മീൻസ് 10 മണി മുതൽ 4 മണി വരെ നിൽക്കുന്ന എങ്ങനെ മാത്തമാറ്റിക്സ് ഇഫക്റ്റീവായി ഏർലി ചൈൽഡ്ഹുഡിലെ കുട്ടികൾക്ക് പഠിപ്പിക്കാം. അത് 5 ദിവസത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോം, 5 ദിവസത്തെ കോഴ്സായിട്ട് ഓൺലൈനിൽ ഓരോ മണിക്കൂർ വെച്ച് 5 മണിക്കൂർ നേരം വ്യത്യസ്ത ദിവസങ്ങളിലായി എങ്ങനെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാം, എങ്ങനെ മലയാളം പഠിപ്പിക്കാം, എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. ഇതാണല്ലോ കുട്ടി പഠിക്കേണ്ട, നേരത്തെ പറഞ്ഞ ലിറ്ററസിയും ന്യൂമറസിയും ഒക്കെ അങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത്. ആ ലിറ്ററസിയും ന്യൂമറസിയും ഒപ്പം കുട്ടിക്ക് പഠിക്കേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഡൊമൈൻ വൈസ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇതൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള വഴികൾ അതിൻ്റെ കൂടെ. കാരണം ഒരു സാധനം പഠിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാ ഡൊമൈനെയും കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഭാഷയിൽ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ആ ഭാഷയിൽ ഉണ്ടാകുന്ന സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, സാമൂഹ്യമായ പുരോഗതി എങ്ങനെ ഉണ്ടാക്കാം, ആ ഭാഷ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് വൈകാരികമായ കാര്യങ്ങൾ പഠിപ്പിക്കാം, അമ്മയോടുള്ള ഇഷ്ടം പഠിപ്പിക്കാം, അമ്മയോടുള്ള സ്നേഹം പഠിപ്പിക്കാം. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ അടുത്ത ഞാനൊരു കവിത ചൊല്ലിയിരുന്നു. ആ കവിത ആശ്വാസം എന്ന് പറയുന്ന കൽപ്പറ്റ നാരായണൻ സാറുടെ കവിതയാണ്. ആ കവിത നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ കവിത ഇങ്ങനെയാണ്: അമ്മ
അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈര്യം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിന്റെ അൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്നൊരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട, വിഷം തീണ്ടി രോമത്തുളയിലൂടെ ചോര വാർന്നു ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ ഞെട്ടി എണീറ്റിരുന്ന മനസ്സിന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടാറുള്ള വിളക്കുള്ള വീട് ഇന്നലെ കെട്ടും. ഈ കവിത പഠിപ്പിച്ചു കൊടുത്താൽ അമ്മയുടെ വാല്യൂസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് വലിയ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കവിതയാണ്. ഞാനത് പറയാനുള്ള കാരണം, ഒരു റൈമ് കുട്ടിക്ക് ചൊല്ലുമ്പോൾ അതിലുള്ള വാല്യൂസ് എന്താണ്, അതിൻ്റെ ഫിസിക്കൽ ഡൊമൈനിൽ എന്താണ്, അതിൻ്റെ സോഷ്യൽ ഡൊമൈനിൽ എന്താണ്, അതിൻ്റെ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ എന്താണ്, അത് കാണാതെ മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈനാണ്. ഇങ്ങനെ ഓരോ ഡൊമൈനെയും കണക്ട് ചെയ്ത് നമുക്ക് കുട്ടികളെ ഭാഷ പഠിപ്പിക്കാം, സംഖ്യ പഠിപ്പിക്കാം. അതിനുള്ള ഒരു പദ്ധതികളാണ്. നിങ്ങളിതിൽ പല ആളുകളും പല ക്വറീസും ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, നിങ്ങളത് അറിയിക്കുന്നതാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. ഇനി നേരത്തെ ഡോക്ടർ CP അഷ്റഫ് സാറ് പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ കൂടി, ഒരു സ്കൂളിനെ നമുക്ക് കുറച്ചും കൂടി ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് സ്കൂൾ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അത് എത്തിയാലാണ് നമ്മുടെ അഡ്മിഷൻ വർദ്ധിക്കുക. അതിനുള്ള ചില കാര്യങ്ങളും കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുവരെ നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ CP അഷ്റഫ് സാറിന് കൈമാറുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. നമ്മള് സെഷന്റെ അവസാനത്തേക്ക് പോവുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കുക, പിന്നെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ റോഡിലൂടെ ബൈക്ക് പെട്ടെന്ന് മറിയുമ്പോൾ പിന്നെ രണ്ടാളിന് മുകളിലുണ്ട്, രണ്ടാളെ കയ്യിൽ നിന്ന് പിന്നെ സഞ്ചിയുടെ ബാഗ് തെറിച്ചുപോയി. അപ്പൊ ആളുകൾ കൂടി ഒന്ന്, അപ്പൊ വലിയ പരിക്കൊന്നുമില്ല, ഒക്കെ അവനിങ്ങനെ പെറുക്കി കൂട്ടുകയാണ്. അപ്പൊ അപ്പുറത്തെ ഒരാൾ ചോദിച്ചോ, ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഇവര് പ്ലാസ്റ്ററിങ്ങിന്റെ ആൾക്കാരാണെന്ന്. അതായത് ഓ, പിന്നെ നമ്മൾ പറയുന്ന ഓ, ചുമരൊക്കെ തേച്ച് വൃത്തിയാക്കുന്ന ജോലിക്കാരാണെന്നുള്ളത്. അവരെ തെറിച്ചു പോകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തിരിച്ചറിയാൻ പറ്റും. ഒരു ഡോക്ടറുടെ ബാഗ് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മനസ്സിലാവും ഒരു ഡോക്ടറാണെന്നുള്ളത്, അല്ലേ? നമ്മൾ ടീച്ചേഴ്സ് അവർ സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മൾ പിന്നെ കാല് തെറ്റിന്ന് വീണ്, അല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പോൾ ഒന്ന് വീണ് നമ്മളെ ബാഗ് തെറിച്ചു പോകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാഗിൽ നിന്ന് എന്തൊക്കെയായിരിക്കും തെറിച്ചു പോകുന്നുണ്ടാവുക? ഇവിടെയാണ് നമ്മളൊരു ആസ് എ ടീച്ചർ നമ്മൾ എത്ര കണ്ട് പ്രൊഫഷണൽ ആണെന്ന് ചിന്തിക്കേണ്ടത്. നമ്മൾ എത്ര കണ്ട് പ്രൊഫഷണലാണ്, എത്ര കണ്ട് പ്രൊഫഷണലായിട്ട് ഒരുങ്ങിയിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത്. ഈ പറയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന മേഖലയാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ECC ഡൊമൈൻ എന്നുള്ളത്. കുട്ടികളെക്കുറിച്ചും കുട്ടികൾ പഠിക്കുന്ന രീതിയെക്കുറിച്ചും അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പാരൻസിന് നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാവും. എൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ ഈ പറയുന്ന പരിപാടികളൊക്കെ അറിയുന്ന ആളാണ് എന്നുള്ളൊരു ട്രസ്റ്റിലായിരിക്കും എന്ത് ചെയ്യുക, പാരൻസ് കുട്ടികളെ ഇങ്ങോട്ട് അയക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ നമ്മൾ ഈ നിൽക്കുന്ന പ്രൊഫഷനിൽ ഉണ്ടാകുന്ന അപ്ഡേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്ഡേഷൻ ഇല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും, അത് ഉറപ്പാണ്. അപ്ഡേഷൻ ഇല്ലാത്ത ഒന്നും നിലനിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മളുടെ ഒരു വർഷത്തിൻ്റെ ഇൻകത്തിൻ്റെ ഒരു 2% നമ്മളെ പ്രൊഫഷണൽ ഗ്രോത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ മനുഷ്യന് വളരാൻ പറ്റില്ല. സമയം ഇൻവെസ്റ്റ് ചെയ്യണം, എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, പണം ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് വളരാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രൊഫഷണൽ ചിന്തിക്കുന്ന, പ്രൊഫഷണൽ ഫ്രെയിംവർക്കിലേക്ക് വളരുന്ന ടീച്ചേഴ്സാണ് സ്ഥാപനത്തിന് വേണ്ടത്. അതായിരിക്കും ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ കോഴിക്കോട് ടൗണിലോ അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിലോ പോവുകയാണ്, നമുക്കൊരു ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ കോഴിക്കോടാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന 2-3 ഹോട്ടലുണ്ട്. ഇപ്പോൾ പാരഗൺ, റഹ്മത്ത്, അല്ലേ? ഇതൊന്നും ഒരു പേരല്ല, ശരിക്കൊരു ഫീലാണ്. ചിക്കൻ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഫീലുണ്ട്, അല്ലേ? ബീഫ് ബിരിയാണി എന്ന് പറയുമ്പോൾ കോഴിക്കോട് റഹ്മത്തിൻ്റെ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഹോട്ടലിൻ്റെ പേരിൽ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ടീച്ചേഴ്സിന് വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടായിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുക, കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ടീച്ചർ എംപവേർഡ് അല്ലെങ്കിൽ പ്രശ്നമാണ്. സാധാരണ നമ്മൾ ബിസിനസ്സിൽ പറയുന്നൊരു വാക്കുണ്ട്, പീപ്പിൾ ബൈ ഫ്രം പീപ്പിൾ. ആളുകൾ എടുത്തു നിന്നാണ് വാങ്ങുന്നത്, ആളുകൾ ഷോപ്പിൽ നിന്നല്ല വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ എത്ര നല്ല ഷോപ്പാണെങ്കിലും അവിടെയുള്ള ഒരു സെയിൽസ് ഗേളിൻ്റെ പെരുമാറ്റം നല്ലതല്ലെങ്കിൽ, എത്ര നല്ല ബ്രാൻഡഡ് സാധനമാണെങ്കിലും നമുക്ക് പിന്നെ ആ ഷോപ്പിലേക്ക് പോകാൻ തോന്നില്ല.
അപ്പോൾ പീപ്പിൾ ബൈ ഫ്രം പീപ്പിൾ എന്നാണ്. ആളുകൾ ആളുകളെ വിശ്വസിക്കുന്നു, ആളുകൾ ആളുകളുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. സ്കൂള് ബേസിക്കലി ഒരു ബിസിനസ്സാണ്. ഇത് നമ്മൾ ആദ്യം അംഗീകരിക്കണം. സ്കൂള് ബേസിക്കലി ഒരു ബിസിനസ്സാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ബിസിനസ് നടക്കുന്ന എവിടെയാണ്? എയ്ഡഡ് സ്കൂളിലാണ് ആൻഡ് ഗവൺമെന്റ് സ്കൂളാണ്. ഏറ്റവും നല്ല ശമ്പളം വാങ്ങുന്ന എവിടെയാണ്? അപ്പോൾ നല്ല ശമ്പളം വാങ്ങിയിട്ട് അവർ നല്ല സർവീസ് കൊടുക്കുന്നു. എയ്ഡഡ് സ്കൂളാണെങ്കിൽ നല്ല ക്യാഷ് അധ്യാപകർക്ക് വാങ്ങിയിട്ട് അവർ അപ്പോയിന്റ് ചെയ്യുന്നു. ഇനി ഗവൺമെന്റ് സ്കൂൾ, ഈ പ്രൈവറ്റ് സ്കൂളുകളിൽ അത്ര നല്ല ശമ്പളം ഉള്ളെങ്കിലും കുട്ടികളുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ നിന്ന് ഫീ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊരു ബിസിനസ്സാണ്. ബിസിനസ് നല്ലതാണ്. ബിസിനസ് ഉണ്ടെങ്കിൽ ലോകം നിലനിൽക്കും. ബിസിനസ് ഇല്ലാത്ത ഒന്നും ലോകത്ത് നിലനിൽക്കില്ല. ഞാനിപ്പോൾ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ട് അത് ബിസിനസ്സിലൂടെ മാത്രമേ ആളുകളിലേക്ക് എത്തൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞ പോലെ 3 കാര്യങ്ങൾ വേണം. 1 ക്രെഡിബിലിറ്റി, 2 വിസിബിലിറ്റി, 3 പ്രോഫിറ്റബിലിറ്റി. ഇത് മൂന്നും ഒത്തുചേരുന്നതിന്റെ പേരാണ് ബ്രാൻഡിങ്. ഇപ്പൊ ബ്രാൻഡിങ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഇപ്പൊ പിന്നെ ആപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഇപ്പം ആ ഒരു ചുവന്ന ആപ്പിളോ പച്ച ആപ്പിളോ മനസ്സിലേക്ക് വരില്ല. നമ്മളെ കയ്യിലെ ഫോണോ അതിന്റെ ലോഗോ ആയിരിക്കും നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. നൈക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ശരി ചിഹ്നം വരും. ഒരു ശരി ചിഹ്നം വരും. കൊക്കക്കോള എന്ന് പറയുമ്പോൾ കളർ, നിങ്ങൾ ആ ഒരു ഫോണ്ടിന്റെ കളർ നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. ബ്രാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ട്രസ്റ്റ്, ഇറ്റ് ഇസ് എ പ്രോമിസ് എന്ന് പറയും. ഇതൊരു പ്രോമിസാണ്. അപ്പോൾ നമുക്കൊരു ചെരുപ്പ് എടുക്കണമെങ്കിൽ, നമുക്കൊരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ, നമുക്കൊരു മൊബൈൽ വാങ്ങിക്കണമെങ്കിൽ, നമുക്കൊരു വാച്ച് വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കപ്പെട്ട ചില പേരുകൾ ഉണ്ടാവും. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? ഇതുപോലെ രക്ഷിതാക്കളുടെ മനസ്സിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ മനസ്സിൽ, നമുക്ക് ചുറ്റുമുള്ള ഒരു ഒരു സൊസൈറ്റിയിൽ നമ്മുടെ സ്കൂളിൻ്റെ പേര് എങ്ങനെ ബ്രാൻഡഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ആദ്യം സ്കൂളിന് കൃത്യം നമ്മളെ ECC സെക്ഷൻ, അതല്ലെങ്കിൽ ഇപ്പം 2 രീതിയിൽ സ്കൂളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഒന്ന് KG മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന സ്കൂളുകളുണ്ടാവും. അപ്പോൾ അതിന് സ്വന്തമായിട്ടൊരു പേരുണ്ടാവും, സ്വന്തമായിട്ടൊരു സ്പേസും ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കമ്മിറ്റി ഭാരവാഹികളൊന്നും കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും ഉണ്ടാവില്ല. അവിടുത്തെ ടീച്ചേഴ്സ് ആയിരിക്കും ഇതെല്ലാം നോക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചായിരിക്കും ആ സ്ഥാപനം പോകുന്നുണ്ടാവുക. അപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ കമ്മിറ്റി വന്നിട്ട് പറയും, ടീച്ചറെ അടുത്ത കൊല്ലം ആളുണ്ടെങ്കിലേ കേട്ടോ നമുക്ക് പണി ഉണ്ടാവുള്ളൂ, ഇങ്ങനെ പറയും. അത് പറഞ്ഞിട്ട് അവർ പോകും. അങ്ങനെയാണ് പലയിടത്തും നടക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിന് ഉത്തരവാദിത്തമായിരിക്കും എന്ത് ചെയ്യുക? സ്ഥാപനത്തെ നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്, അതിലുപയോഗിക്കുന്ന ഫോണ്ട്, അതിൻ്റെ കളർ സ്കീം, ഇതെല്ലാം ഒരു പ്രൊഫഷണലി ഗ്രൂംഡ് ആണോ നോക്കണം. ഒരു പോസ്റ്ററിൽ നീല കളർ പേരെഴുതി, അടുത്ത പോസ്റ്ററിൽ മഞ്ഞ കളർ പേരെഴുതി, പിന്നെ ഒരു കറുത്ത പോസ്റ്റർ എടുത്ത പേരിൽ വെള്ള കളർ പേരെഴുതി, ഇങ്ങനെ പോകരുത്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ടിന് കൃത്യത വേണം, അതിൻ്റെ വലിപ്പത്തിന് കൃത്യത വേണം, അതിലുപയോഗിക്കുന്ന കളർ സ്കീം കൃത്യമായിരിക്കണം. അപ്പോൾ വിസിബിലിറ്റി നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു സ്ഥാപനം സ്ഥിരമായിട്ട് ഒരേപോലെ കാണുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അത് നമുക്ക് രജിസ്റ്റേർഡ് ആകും. ദേശീയ ഗാനം നമുക്ക് എല്ലാവർക്കും കാണാതറിഞ്ഞതുകൊണ്ടാണ്. ഒരേ ട്യൂണിൽ മിക്കവാറും ഒരേ സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ട്യൂൺ ഇങ്ങനെ ഓരോ സ്കൂളും അതിൻ്റെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിയിരുന്നെങ്കിലോ നമുക്കത് പഠിക്കാൻ പ്രയാസം ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്, ഒരു ലോഗോ അതിൻ്റെ കൂടെ, അത് കാച്ചിങ് ആയ, ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ലോഗോ ഉണ്ടായിരിക്കണം. ഈ റോക്കറ്റ് ഒന്നും കൊണ്ടൊരു കേജിൻ്റെ ലോഗോ ആക്കി വെക്കരുത്. കണക്ട് ചെയ്യാൻ പറ്റുന്ന പാരൻസ് ആണ് നമ്മളെ പ്രൈം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 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 ലോഗോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതിൻ്റെ താഴെ ഒരു ഒരു 1 ലൈൻ ടാഗ് ലൈൻ നമുക്ക് വരണം. ഒരു സ്കൂളുമായിട്ട് കണക്ട് ചെയ്യാവുന്ന, അപ്പോൾ പല പല സ്കൂളുകൾക്ക് വളരെ മനോഹരമായ ടാഗ് ലൈൻസ് ഉണ്ടാവും അതിൻ്റെ താഴെ. ടാഗ് ലൈൻസ് ഇപ്പോൾ കല്യാൺ ജ്വല്ലറിൻ്റെ ടാഗ് ലൈനാണ് വിശ്വാസം അതല്ലേ എല്ലാം, അല്ലേ? ഒറ്റ വാക്കിൽ അവർ ആളുകളെ പിടിച്ചില്ലേ. ഇതേപോലെ സ്ഥാപനത്തിന് നല്ലൊരു ടാഗ് ലൈൻ വേണം. ആ ടാഗ് ലൈനും ഫോണ്ടും ലോഗോയും എവിടെ നമ്മൾ പോസ്റ്റർ അടിക്കുന്നുണ്ടെങ്കിലും, എവിടെ വീഡിയോ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ടൊരു കോർണറിൽ അതൊരു സ്ഥിരം പൊസിഷനിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ബ്രാൻഡിങ്ങിൽ വിസിബിലിറ്റി വളരെ പ്രധാനപ്പെട്ടത്. ഇതില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യണം. ഇനിയുള്ള 5 മാസക്കാലം ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസത്തിൽ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം നമ്മൾ ചെയ്യണം. ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുപോകണം കുട്ടികളെ. അത് നേച്ചർ വാക്കാവാം, ഇപ്പോൾ അടുത്തുള്ളൊരു പാഡി ഫീൽഡുണ്ട്, ഒരു വയലുണ്ട്, അതല്ലെങ്കിൽ അവിടുത്തെ നല്ലൊരു കുന്നിൻ ചെരുവുണ്ട്, അതല്ലെങ്കിൽ ഒരു പൂന്തോട്ടമുണ്ട്, അല്ലെങ്കിൽ കൃഷിസ്ഥലമുണ്ട്, ഇവിടേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. ആ കൊണ്ടുപോകുന്നത് വലിയൊരു ഇവൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്യണം. നല്ലൊരു അടിപൊളി പേരൊക്കെ കൊടുത്ത്, ഒരു ടാഗ് ലൈനൊക്കെ കൊടുത്ത്, ഒരു ഗംഭീരമായ ഒരു ബ്രാൻഡിങ് എന്ത് ചെയ്യണം. ഇങ്ങനെ ഓരോ പ്രോഗ്രാമിനും നമ്മൾ ചെയ്യണം. സോഷ്യലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നാട്ടിലെ. പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള എന്താ പറയുക, ആളുകൾ കണക്റ്റഡ് ആവുന്ന, കുട്ടികൾ പരിചയപ്പെടേണ്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇങ്ങോട്ടുള്ള എന്താ പറയുക, യാത്രകൾ പ്ലാൻ ചെയ്യണം. ട്രിപ്പ് വരും, നമുക്ക് ആനുവൽ ട്രിപ്പ് വരും. ദയവ് ചെയ്തിട്ട് ഈ വാട്ടർ തീം പാർക്കുകളിൽ കൊണ്ടുപോയിട്ട് കുട്ടികളെ ഈ മൂത്രവെള്ളം കുടിപ്പിക്കരുത്. അതിലൊന്നും കാര്യമായിട്ടൊന്നും കിട്ടാനില്ല കുട്ടികൾക്ക്. കുട്ടികൾക്ക് എക്സ്പോഷറാണ് വേണ്ടത്. അപ്പോൾ ഒരു ട്രെയിൻ യാത്ര നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. ഒരു സ്റ്റേഷൻ അവരെ കയറ്റും, അടുത്ത സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അപ്പുറത്തേക്ക് സ്കൂൾ വണ്ടി എത്തിയിട്ടുണ്ട്, അവിടെ ഇറങ്ങും. ആ യാത്ര കംപ്ലീറ്റ് ആക്കി റീലാക്കി അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൾഫിലുള്ള പാരന്റ് അഡ്വാൻസ് ആയിട്ട് പൈസ തന്നെ അയക്കും നമുക്ക്. അപ്പോൾ
ഇനി വരുന്ന 5 മാസക്കാലം സ്കൂളിൽ നിന്ന് ഇങ്ങനെ കത്തണം നമുക്ക്. ആ കത്തുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, സ്കൂളുകൾ തുടങ്ങി വരുന്ന ആദ്യത്തെ 2-3 മാസക്കാലം ഭയങ്കര ആക്റ്റീവായിരിക്കും. ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ലെസൺ പ്ലാൻ എഴുതുന്നു, ആക്ടിവിറ്റികൾ ചെയ്യുന്നു, മീറ്റിങ്ങുകൾ നടത്തുന്നു, ഭയങ്കര ഗംഭീരമായിരിക്കും. സെക്കൻഡ് ടേം കഴിയുന്നതിൽ ജൂൺ ഒരു പിന്നെ നവംബർ ഡിസംബറിലേക്ക് എത്തുമ്പോൾ അതൊക്കെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകും. നമ്മളെ മോട്ടിവേഷൻ ഇങ്ങനെ കുറയും. ചിലപ്പോൾ കൃത്യമായ സൂപ്പർവിഷൻ ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ടുണ്ടായിരുന്ന ടീച്ചർ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ അതെന്ത് ചെയ്യും? അടുത്ത വർഷം നമ്മൾ അഡ്മിഷനെ ബാധിക്കും. ഇനി ഒരു 5 മാസക്കാലമാണ് സ്കൂൾ ശരിക്കും ഷൈൻ ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യണം? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ടീച്ചേഴ്സ് എല്ലാം ഇരിക്കണം. ഇരുന്നിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് പിന്നെ റിവ്യൂ ചെയ്ത് അതിൽ ഏറ്റവും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ അത് സെലിബ്രേറ്റ് ചെയ്ത് പരസ്പരം തിരുത്തേണ്ട കാര്യങ്ങളാണ് മീറ്റിങ്ങിൽ അത് പറഞ്ഞ് അടുത്ത ആഴ്ചത്തേക്കുള്ള മൈക്രോ പ്ലാനൊക്കെ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പ്രസൻറ്റേഷൻസ് അവിടുന്ന് ചെയ്ത് അങ്ങനെ ക്ലാസ് ഇങ്ങനെ ലൈവായിട്ട് കൊണ്ടുപോവുക. ഫ്രീയുള്ള ടീച്ചർ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് ക്ലാസ് റൂമിൽ രസകരമായ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം? റീലാക്കണം. ഇനി നമുക്ക് ഇതിനൊരു സമയമില്ല. കാരണം സ്കൂളിൻ്റെ ഒരു ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ, ജൂണിൽ തുടങ്ങി അത് മാർച്ചിൽ അവസാനിക്കുന്ന കച്ചവടങ്ങൾ. എല്ലാ വർഷവും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പല സ്കൂളുകൾ. അപ്പം അത് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ 10 മാസമേ ഉള്ളൂ. 10 മാസമേ ഉള്ളൂ. ഞങ്ങൾ ഇത്ര വർഷം വർക്ക് ചെയ്തിരുന്ന സ്കൂളാണ്, ഞങ്ങൾക്ക് 35 വർഷത്തെ അനുഭവമുണ്ട്, ഞങ്ങൾ 40 വർഷമുണ്ട്, അയാൾ ഇവിടുന്ന് പഠിച്ചതാണ്, ഇതൊന്നും പറഞ്ഞിട്ട് പുതിയ കാലത്ത് നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത്, വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളത്, അതെങ്ങനെയെങ്കിലും കൂട്ടിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഈ കുത്തുന്ന ഈ കൊണ്ടോട്ടി കളറിലിട്ടിട്ട് എന്ത് ചെയ്ത് പോസ്റ്റർ വൃത്തികേടാക്കരുത്. പോസ്റ്ററുകൾ ഒരിക്കലും ഡെക്കറേറ്റ് ചെയ്യരുത്. പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യണം. നമുക്കത് പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി ഏൽപ്പിക്കുക. എന്ന് ചെറിയ പൈസയ്ക്ക് 200 രൂപക്കൊക്കെ നല്ല പോസ്റ്റർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനുമായിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് സ്ഥാപനത്തിന് ഇങ്ങനെ എന്താ പറയുക, ഒരു 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 ലുക്ക് വളരട്ടെ താങ്കൾ. ഇനി വേറൊരു കാര്യം, നേരത്തെ പറഞ്ഞാൽ ഈ പാരൻസിൻ്റെ ട്രസ്റ്റ്, ആ ട്രസ്റ്റ് പോയി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു സ്കൂളിൻ്റെ ഒരു അധ്യാപിക സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ഭയങ്കര സങ്കടം തോന്നിയ കാര്യമാണ് നമുക്കൊക്കെ. ഇടത് കൈ കൊണ്ടുവരുന്ന കുട്ടിയെ വലത് കൈയിലേക്ക് മാറ്റുന്നതിനും അതിനുള്ള ന്യായീകരണമൊക്കെ ഒരു ടീച്ചർ പറയുന്നത്, അല്ലേ? എന്തോരം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ നേടിയെടുത്ത നവോത്ഥാനത്തിൻ്റെ മുഴുവൻ കുത്തകെ അടിച്ചു വളയ്ക്കുന്ന സാധനമാണിത്. അപ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം ഇഷ്യൂസ് ഒരുപാടുണ്ട്. ഇടത് കൊണ്ട് എഴുതിയാൽ എന്താ കുഴപ്പം? കഴ്സീവ് റൈറ്റിംഗ് ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് പാരൻസ് ഉണ്ടാവും. ഇതെല്ലാം കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ടീച്ചിങ് കമ്മ്യൂണിറ്റി എംപവർ ആവണ്ടേ? എംപവർ ആവുമ്പോഴല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഫ്യൂച്ചർ റെഡി സ്കൂളായിട്ട് നമുക്ക് സമൂഹത്തിൽ നമ്മൾ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് സ്കൂളുകൾ എംപവർ ചെയ്യുക എന്നുള്ളതാണ് നാം പാപ്പിയോണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം നമ്മൾ 20 സ്കൂളുകളെ മെന്റർഷിപ്പ് ഏറ്റെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. 20 സ്കൂളുകൾ. ആ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണ പാപ്പിയോൺ ടീം സ്കൂളിൽ വരുന്നു, ടീച്ചേഴ്സിൻ്റെ കൂടെ ഇരിക്കുന്നു, പാരൻസിന് ട്രെയിനിങ് കൊടുക്കുന്നു, ആഴ്ചയിൽ ടീച്ചേഴ്സിൻ്റെ റിവ്യൂ മീറ്റിംഗ് നടത്തുന്നു, അതിനുവേണ്ട ഇൻപുട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു 5 മാസക്കാലം സ്ഥാപനത്തിൻ്റെ കൂടെ ലൈവായി നിന്നുകൊണ്ട് സ്ഥാപനത്തിൻ്റെ റീബ്രാൻഡിങ്ങിന് സഹായിക്കുന്ന ഒരു പ്രോജക്റ്റ് പാപ്പിയോണ് അവതരിപ്പിക്കുന്നത്. ഈ വർഷം 20 സ്കൂളുകൾ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ഈ പിന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ഇപ്പോഴത്തെ HR വെച്ചിട്ട് നമുക്ക് അത്ര ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള സ്കൂളുകൾക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. മെൻറ്റർഷിപ്പ് വളരെ പ്രധാനപ്പെട്ടത്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരണമെങ്കിലും ഏത് വ്യക്തി വളരണമെങ്കിലും ഒരു മെൻറ്റർ ആവശ്യമുണ്ട്. കാര്യം നമ്മൾ കാണാത്ത പലതും പുറത്തുള്ള ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി നമ്മുടെ സ്ഥാപനത്തെ വിലയിരുത്തുന്നു, കുട്ടികളുടെ ലേണിംഗ് ഔട്ട്കംസ് ചെക്ക് ചെയ്യുന്നു, രക്ഷിതാക്കൾ ഫീഡ്ബാക്ക് എടുക്കുന്നു. ഇതെല്ലാം എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സ്ഥാപനം ഇനി എവിടെയൊക്കെ വളരേണ്ടത് എന്നുള്ളത് നമുക്കൊരു 360 ഡിഗ്രി കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളതിൻ്റെ അകത്തിരിക്കും, നമുക്കിതെല്ലാം സൂപ്പറാണെന്ന് തോന്നും. നമ്മൾ സ്ഥാപനത്തിൽ ഇങ്ങനെ കാലാകാലം അഡ്മിഷൻ വരുന്നൊക്കെ തോന്നുന്നു. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരു സ്കൂൾ ഗംഭീരമായി തുടങ്ങി ഒരു AC ക്ലാസ് റൂം ഇട്ടെടുത്ത് AC ബസ് ഇട്ട് കൊടുത്താൽ ഈ രക്ഷിതാക്കളെല്ലാം ശരി ടീച്ചറെ നമ്മൾ പോകുന്ന കാണാൻ പറ്റും. അതുണ്ടാവരുത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു സ്ഥാപനം എന്ന രീതിയിൽ നമ്മൾ ബ്രാൻഡിങ്ങിലേക്ക് പോകും 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്ട്രേഞ്ചേഴ്സായ ആളുകളെ അട്രാക്ട് ചെയ്യണം. അട്രാക്ട് ചെയ്യാൻ നമ്മൾ സോഷ്യൽ മീഡിയ പ്രസൻസ് കൂട്ടുന്നത്. ഈ അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വിസിറ്റേഴ്സായിട്ട് അവർ മാറും. സ്ഥാപനം ഒന്ന് കാണാൻ വരും. ആ കാണാൻ വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെയുള്ള പ്രോഗ്രാമുകൾ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഇവൻറ്റ്, മറ്റുള്ള ആളുകളുടെ സ്ഥാപനത്തിന് പരിചയപ്പെടാൻ പറ്റുന്ന, അങ്ങനെ പരിചയപ്പെടാൻ വരുന്ന ദിവസം എന്ത് ചെയ്യണം? കുട്ടികളെ മൊത്തം വർക്കുകളെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു എക്സിബിഷൻ നമുക്ക് KG കുട്ടികൾ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും അത്. ഈ വിസിറ്റർ എന്താക്കി മാറ്റണം? നമ്മളൊരു കസ്റ്റമർ ആക്കണം. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് എടുക്കുന്ന ആൾ കസ്റ്റമർ ആക്കണം. എന്ന് വെച്ചാൽ പാരൻ്റ് അവിടെ എൻറോൾമെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ ബന്ധത്തിലൊരു എൻറോൾമെൻ്റ് അവിടെ വരണം. കഴിഞ്ഞില്ല. ഈ കസ്റ്റമർ എന്താക്കി മാറ്റണം? ക്ലൈൻ്റ് ആക്കി മാറ്റണം. കസ്റ്റമറും ക്ലൈൻറ്റ് എന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ കുട്ടിയെ ചേർത്തു പോരാ, രണ്ടാമത് ആ വീട്ടിൽ കുട്ടിയുണ്ടെങ്കിൽ, പെങ്ങളെ കുട്ടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിന് കുട്ടിയുണ്ടെങ്കിൽ അവിടെയാണ് കൊണ്ടുവരണം. അപ്പോഴാണ് കസ്റ്റമർ ക്ലൈൻ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു, നമുക്ക് ഇതേപോലെ വേറെ സാധനം ആവശ്യമുണ്ടെങ്കിൽ ആ ഷോപ്പ് തന്നെ നമ്മൾ തേടി വരുന്നു, അല്ലെങ്കിൽ അതേ ബ്രാൻഡ് തന്നെ നമ്മൾ തേടി വരുന്നെങ്കിൽ നമ്മളവരുടെ ക്ലൈൻ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരോട് വിളിച്ച അഭിപ്രായമെങ്കിലും ചോദിക്കും.
ഇതാണ് ക്ലൈൻ്റ് ആവുന്നതിൻ്റെ ലക്ഷണം. അപ്പം ഇങ്ങനെ ക്ലൈൻ്റ് ആക്കുക പോരാ. നാലാമത്തെ സ്ഥാനമുണ്ട് പ്രൊമോട്ടർ ആക്കണം. ആ പാരന്റിനെ നമ്മളെ പ്രൊമോട്ടറാക്കി മാറ്റുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്രാൻഡിങ് ജേണി അവസാനിക്കേണ്ടത്. അപ്പോൾ 4 കാര്യങ്ങൾ: സ്ട്രേഞ്ചേഴ്സിനെ ആരാക്കി മാറ്റണം? വിസിറ്റർ ആക്കണം. വിസിറ്ററെ കസ്റ്റമർ ആക്കണം. കസ്റ്റമറെ എന്താക്കി മാറ്റണം? ക്ലൈൻ്റ് ആക്കണം. ക്ലൈൻറ്റിനെ പ്രൊമോട്ടർ ആക്കണം. ഇതാണ് ഒരു ബ്രാൻഡിങ് ജേണി എന്ന് പറയുന്നത്. ഇതിന് വേണ്ട സ്ട്രാറ്റജീസ്, നമ്മുടെ പാരൻസ് കമ്മിറ്റിന് കൂടെ നിർത്താനുള്ള സ്ട്രാറ്റജീസ് നിരന്തരം ആലോചിക്കുകയും അത് രക്ഷിതാക്കളുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മാസങ്ങളാവട്ടെ ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത്. വളരെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ എല്ലാ സപ്പോർട്ടും തരാൻ പാപ്പിയും ടീം കൂടെ ഉണ്ടാവും. ട്രെയിനിങ് ആണെങ്കിൽ ട്രെയിനിങ്, കോഴ്സ്, മെൻറ്റർഷിപ്പ്, പാരൻസിൻ്റെ കോഴ്സുകൾ, ഇതെല്ലാം വളരെ പ്രൊഫഷണലായിട്ട് നല്ല റിസോഴ്സ്ഫുള്ളായി ട്രെയിനേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ് പാപ്പിയോൺ. വളരെ സന്തോഷം നിങ്ങൾ ഈ സമയത്ത് പാപ്പിയോൺ നടത്തിയ ഈ ഒരു വെബിനാറിൽ വന്നത്, ജോയിൻ ചെയ്തതിലൊക്കെ സന്തോഷമുണ്ട്. ഇനിയുള്ള ഗ്രോത്തിൻ്റെ ജേണിയിലേക്ക് നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിട്ട് ഈ ഒരു വെബിനാർ ഇവിടെ അവസാനിക്കുന്നതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ.